ഞാനൊരു അക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് ഈ മഹാസത്യത്തെ അനുഭവിച്ചയാളാണ്. അതുകൊണ്ട് എനിക്ക് യേശു എന്ന് പറയുന്നത് ഒരു അറിവല്ല, യേശു എൻ്റെ അനുഭവമാണ്. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഞാൻ അറിഞ്ഞ യേശു എന്ന് കൊടുമണ്ണിലെ ജനങ്ങളോട് പ്രസംഗിക്കുന്നതിനേക്കാൾ അരവിന്ദ് മോഹൻ്റെ സുവിശേഷം ഞാൻ അനുഭവിച്ച യേശു. കൊടുമണ്ണിൽ നല്ലവരായ ദേശനിവാസികൾ എന്നെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പക്ഷേ ക്രൈസ്തവരായിരിക്കാം, ഹൈന്ദവരായിരിക്കാം, മുസൽമാനായിരിക്കാം, ആരുമായിരിക്കാം. പക്ഷെ ഇന്നത്തെ എൻ്റെ സുവിശേഷം മതത്തിൻ്റെ വസ്ത്രം ധരിച്ച് കേൾക്കരുത്. മതത്തിൻ്റെ വസ്ത്രം 1.5 മണിക്കൂർ അഴിച്ചു വച്ചിട്ട് മനുഷ്യനായി നീ കേട്ട ഈ സുവിശേഷം നിന്നെ തൊട്ടിരിക്കും. അതുറപ്പുള്ളവർ ഈ പന്തലിലുണ്ടെങ്കിൽ കരമടിച്ച ശബ്ദമുയർത്തി ദൈവത്തിന്റെ വചനം നിന്നെ സ്പർശിച്ചിരിക്കും. അത് 100% ഉറപ്പാണ്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് സിസ്റ്റമാറ്റിക് തിയോളജി അല്ല, സോറ്റീരിയോളജി അല്ല. ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത് രക്ഷാശാസ്ത്രത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോഴല്ല. എല്ലാവരും മനസ്സിലാക്കിക്കോളൂ. ഒരു പ്രസംഗകൻ രക്ഷാശാസ്ത്രം പ്രസംഗിച്ച് തീർന്നപ്പോഴല്ല ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു എന്ന് തീരുമാനിച്ചത്. യേശു ആരാന്ന് പോലും അറിയാതെ ആദ്യമായി പള്ളി കയറിയപ്പോൾ എന്നെ ദൈവശക്തി തൊട്ടു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങളെങ്ങനെയാണ്? രക്ഷാശാസ്ത്രം കേട്ടപ്പോഴാണോ രക്ഷിക്കപ്പെട്ടെ? ബൈബിൾ ഒരു നല്ല പ്രസംഗകന്റെ കൈ കൊടുത്താൽ ഞങ്ങളെക്കാളും സൂപ്പറായി പ്രസംഗിക്കുന്ന ആയിരക്കണക്കിന് പ്രീച്ചേഴ്സ് ഈ ഭൂമിയിലുണ്ട്. നിങ്ങൾ ഈ ബൈബിൾ അങ്ങോട്ട് കൊടുത്താൽ മതി, നമ്മളെ ഞെട്ടിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഇപ്പൊ ചിലർ പറയുന്നത്, ദൈവമേ രാഷ്ട്രീയക്കാരൊക്കെ സൂപ്പറായിട്ട് പ്രസംഗിക്കുന്നു. അതെ, അവരുടെ കയ്യിൽ ഇതങ്ങ് കൊടുത്താൽ അവർ പ്രസംഗിക്കും. പക്ഷെ അഭിഷേകമുള്ളവന്റെ കൈ കൊടുത്താൽ പ്രസംഗിക്കുകയല്ല, ഇതിനകത്തുള്ളതവൻ വെളിപ്പെടുത്തും. ഈ പ്രസംഗിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ തോൽക്കും. പക്ഷെ ഈ വചനം വെളിപ്പെടുത്താനാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ചിന്ത സുവിശേഷം പ്രസംഗിക്കാനുള്ളതെന്നാണ്. സുവിശേഷം പ്രസംഗിക്കാനുള്ളത് മാത്രമല്ല, അത് കാണിച്ചു കൊടുക്കാനുള്ളതാണ്. ഇതിനൊക്കെ ആമേൻ പറയണമെങ്കിൽ കുറച്ച് ചങ്കൂറ്റവും കൂടെ വേണം. തികഞ്ഞ സ്നേഹത്തോടെ, തികഞ്ഞ ബഹുമാനത്തോടെ അഭിഷക്തന്മാരോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഈ സുവിശേഷം പഠിച്ചപ്പോൾ യേശു ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല നിങ്ങൾ പോയി ഞാൻ ചെയ്ത അത്ഭുതങ്ങൾ പ്രസംഗിക്കാൻ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എഴുന്നേൽക്കണം, ഞാൻ നിങ്ങളുടെ കയ്യിൽ മൈക്ക് തരും. ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇവിടെ ഇരുന്ന് കമൻ്റ് അടിക്കും. ഞാൻ സുവിശേഷം പഠിച്ചപ്പോൾ ഒറ്റ സ്ഥലത്തും യേശു പറഞ്ഞിട്ടില്ല ഞാൻ ചെയ്ത അത്ഭുതങ്ങൾ പോയി പ്രസംഗിക്കാൻ. പക്ഷെ യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഞാൻ ചെയ്ത അത്ഭുതങ്ങൾ പോലെ പോയി ചെയ്യാൻ. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് സുവിശേഷം പോലും വായിച്ചിട്ടില്ലാത്ത അങ്ങനെ വല്ലതും ആണോ? ഇത് ചെയ്യാനാണ് നമ്മളെ വിളിച്ചത്. ഒരാമേൻ പറഞ്ഞു. ചെയ്യാനാണ് വിളിച്ചതെങ്കിൽ ചെയ്തിരിക്കും. ഓ, 3 കൈ ഉയർന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. തോമസിന്റെ മകൻ സുവിശേഷം പ്രസംഗിക്കുന്നത് പോലെ ഈസി അല്ല ശ്രീദേവിയുടെ മകൻ സുവിശേഷം പ്രസംഗിക്കുന്നത്. ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ, കേരളത്തിന്റെ പട്ടണങ്ങളിൽ, പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ 10-ലധികം വർഷമായി എൻ്റെ പ്രസംഗ വിഷയം യേശുവാണ്. ഇന്ന് രാത്രി ഞാനിവിടെ വന്നത് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സംഘടനയെക്കുറിച്ച് പറയാനോ, ഞാനായിരിക്കുന്ന സഭയെക്കുറിച്ച് പറയാനോ,
ഒന്നുമല്ല. എനിക്കൊറ്റ വിഷയമുള്ളൂ, അതൊരാളെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. ആ യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രി കൊടുമണ്ണിൽ ഞങ്ങൾ ഉയർത്തും. ആ നാമം എവിടെ ഉയർന്നിട്ടുണ്ടോ ആ നാമത്തോട് തുലനമായി നിൽക്കാൻ ഭൂമിയിൽ മറ്റൊരു നാമം ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലെന്ന്. ഈ സുവിശേഷം കൊടുമണ്ണുകാർക്ക് എന്തെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എൻ്റെ ഒരു സ്പിരിച്വൽ മെന്ററായി ഞാൻ കാണുന്ന ഒരാളാണ് ഈ ബൈബിളിലെ അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ അദ്ദേഹം പറയുന്നു, സുവിശേഷം യഹൂദന്മാർക്ക് ഇടർച്ചക്കല്ലാണ്. യഹൂദന്മാരെ വാനോളം പുകഴ്ത്തുന്നവർ ശ്രദ്ധിച്ചു കേട്ടോ. ഏറ്റവും വലിയ യഹൂദൻ പറയുന്നു ക്രിസ്തു എന്ന് പറയുന്ന വിഷയം, മശിഹ എന്ന് പറയുന്ന വിഷയം, നസ്രയത്തിലെ യേശു യഹൂദന്മാർക്ക് ഇടർച്ചക്കല്ല എന്ന്. ഇത് പറഞ്ഞത് ഏറ്റവും വലിയ യഹൂദനാണ്. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, ജാതികൾക്ക് ഇത് ഭോഷത്വം. കൊടുമണ്ണുകാർക്ക് എന്താണെന്നും എനിക്കറിയത്തില്ല. ചിലപ്പോ ചില മതക്കാർക്ക് ഇത് ഇടർച്ചക്കല്ലായിരിക്കാം, ജാതികൾക്ക് ഇത് ഭോഷത്വമായിരിക്കാം. പക്ഷെ അരവിന്ദ് മോഹൻ ഇത് ദൈവശക്തിയാണ്. ഇത് ചങ്കൂറ്റത്തോടെ പറയാൻ ഈ പന്തലിൽ ആളുണ്ടെങ്കിൽ, നിനക്കിത് ഭോഷത്വമായിരിക്കാം, നിനക്കിത് ഇടർച്ചക്കല്ലായിരിക്കാം, പക്ഷെ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ഇത് ദൈവശക്തിയാണ്. ഇത് ദൈവശക്തി, ഇത് ദൈവശക്തിയാണ്. സുവിശേഷം ഒരു ദൈവശക്തിയാണ്. പലർക്കും അത് ഭോഷത്വമാകും, പക്ഷെ വിശ്വസിക്കുന്നവന് അത് ദൈവശക്തിയാണ്. യഹൂദന്മാർ അടയാളം അന്വേഷിച്ചു, യവനന്മാർ ജ്ഞാനം അന്വേഷിച്ചു. യഹൂദൻ ചോദിച്ച അടയാളം, യവനൻ അന്വേഷിച്ച ജ്ഞാനം. ഈ രണ്ടിന്റെ മുമ്പിൽ അപ്പോസ്തലനായ പൗലോസ് ഉയർത്തി കാണിച്ചത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. ജ്ഞാനം ചോദിച്ച യവനന്മാരുടെ മുമ്പിൽ, അടയാളം ചോദിച്ച യഹൂദന്മാരുടെ മുമ്പിൽ ജാതികളുടെ അപ്പോസ്തലനായ പൗലോസ് വരച്ചു കാണിച്ചത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. ഇപ്പൊ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു പരാജിതനല്ല. ജ്ഞാനം ചോദിക്കുന്നവന്റെ മുമ്പിൽ, അടയാളം ചോദിക്കുന്നവന്റെ മുമ്പിൽ ഇന്നും എന്നും ഞങ്ങൾക്ക് ഉയർത്തി കാണിക്കാൻ പിതാവ് ഞങ്ങൾക്ക് തന്ന ഒരു അടയാളമാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. എല്ലാവരും സുവിശേഷം പ്രസംഗിക്കുന്ന പോലെ അല്ല എൻ്റെ 10 വർഷത്തെ ശുശ്രൂഷ ജീവിതം. പല ചോദ്യങ്ങളും എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ആരാണ്ടോ പറഞ്ഞു കൊടുത്തെന്ന് ഞാൻ ഹിന്ദുക്കളെ ക്രിസ്ത്യാനിയാക്കുന്നു. അതെന്തായാലും പറഞ്ഞു കൊടുക്കുന്നത് പുറത്തുനിന്നല്ല, അകത്തുനിന്ന് തന്നെയാണ്. പുറത്തുള്ള ആൾക്കാരെ എനിക്ക് ഭയമില്ല, പക്ഷെ കൂടെ ഇരുന്ന് സ്തോത്രം പറയുന്നവരെ എനിക്ക് പേടിയാണ്. ന്യൂസ് കൊടുത്തു, ന്യൂസ്. അപ്പൊ അവിടെ തന്നെ ഒരാൾ വിളിച്ചു, നിങ്ങൾ ഹിന്ദുക്കളെ ക്രിസ്ത്യാനിയാക്കുക. ഞാൻ പറഞ്ഞു, എൻ്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത പരിപാടിയാണ്. ഒരു മനുഷ്യനെ ക്രിസ്ത്യാനിയാക്കിയിട്ട് ഇവിടെ എന്ത് ചെയ്യാനാണ്? അപ്പൊ പിന്നെ ഞങ്ങൾ അറിഞ്ഞതോ, നിങ്ങളുടെ ആൾക്കാരെല്ലാം ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ? അല്ല, മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. കാരണം ഞാൻ പഠിച്ച ബൈബിൾ എന്നോട് പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ ക്രിസ്ത്യാനിയാകുമെന്നല്ല, ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ ക്രിസ്തുവിനെ പോലെ ആകുമെന്ന്.
നിങ്ങളുടെ ബൈബിൾ എങ്ങനെയാ? ഇതിപ്പോൾ നിങ്ങളുടെ ഇരിപ്പും എൻ്റെ നിൽപ്പും കണ്ടിട്ട് എൻ്റെ ബൈബിൾ ഒന്നും നിങ്ങളുടെ ബൈബിൾ വേറൊന്നും പോലെ എനിക്ക് തോന്നും. കർത്താവേ, എൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ എന്നെ പഠിപ്പിച്ചത് ഒരുവൻ ക്രിസ്തുവിലായാൽ ക്രിസ്ത്യാനിയാകുമെന്നല്ല, അവൻ പുതിയതാകുമെന്നാണ്. അപ്പൊ ഈ കൊടുമണ്ണിൽ ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നത് നിന്നെ ക്രിസ്ത്യാനിയാക്കാനല്ല, നിന്നെ പുതുമനുഷ്യനാക്കാനാണ്. കരമടിച്ചു കർത്താവിനെ സ്തുതിച്ചോ. ഈ ലോകത്തിൽ മതഗ്രന്ഥങ്ങളുണ്ട്, മതമേലാളന്മാരുണ്ട്, മതഗുരുക്കന്മാരുണ്ട്, മതപ്രസംഗകരുണ്ട്. പ്രസംഗിക്കുന്ന മതപ്രസംഗവും തുറക്കുന്ന മതഗ്രന്ഥത്തിനും ഒറ്റ നിലവാരമേ ഉള്ളൂ, അവനെ ആ മതത്തിൻ്റെ ആളാക്കുക. പക്ഷെ സുവിശേഷം ഒരു മനുഷ്യൻ തുറന്ന സുവിശേഷം, യേശുവിൻ്റെ സുവിശേഷം, അവനെ ഒരു മതക്കാരനാക്കുകയല്ല, അവനെ പുതിയ മനുഷ്യനാക്കുകയാണ്. സുവിശേഷം എന്തുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു? ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പുതിയതാകാൻ കഴിയും. ചേർന്നാമേൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആരും ഇവിടെ ക്രിസ്ത്യാനികളാക്കാനോ ഈ നമ്മൾ വെറുതെ വിഡ്ഢിത്തരങ്ങളൊന്നും ഈ കൺവെൻഷനിൽ വിളിച്ച് പറയരുത്. നമ്മുടെ ആൾക്കാർ വന്നിരുന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ നാട്ടുകാർ ഉറക്കമില്ലാതെ ശ്രദ്ധിക്കുക. സത്യമാണ്. ചിലരെന്നോട് സംസാരിച്ചപ്പോഴാ പാസ്റ്ററെ ഞാൻ ഞെട്ടിപ്പോയത്, എനിക്കറിയാവുന്നതിനേക്കാൾ ഇവർക്ക് ബൈബിൾ അറിയാം. ഇപ്പൊ ഞാൻ ഇത്രയും പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്താന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന പലർക്കും എന്താന്ന് പോലും അറിയത്തില്ല. പക്ഷെ ആ റോഡിന്റെ കടയിലിരിക്കുന്ന ചേട്ടനോട് ചോദിക്കണം, അവൻ ആസിറ്റീസ് പറഞ്ഞു. ഇന്ത്യയെ ക്രിസ്തീയ രാജ്യമാക്കാനൊന്നും അല്ല ഞങ്ങൾ വന്നത്. എന്റെ യേശു യഹൂദ കുടുംബത്തിലാണ് ജനിച്ചത്. ആണോ? അദ്ദേഹം ഇസ്രായേൽ രാജ്യത്തിലാണ് ജനിച്ചത്, അല്ലേ? പക്ഷെ യേശു ഒരാളെ പോലും യഹൂദനാക്കിയില്ല. പക്ഷെ യേശുവിന്റെ അടുക്കൽ വന്ന സകലരെയും യേശു ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാക്കി മാറ്റി. അതാണ് സുവിശേഷം. എന്റെ ചിന്തകളിലും ഞാൻ പഠിച്ചു വച്ചതിലും ഞാൻ പാരമ്പര്യമായി കേട്ടതും ലോകത്തോട് പ്രസംഗിക്കുന്നതല്ല സുവിശേഷം. പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ഈ ഭൂമിയോട് എന്തു പറഞ്ഞോ അത് പ്രസംഗിക്കുന്നതാണ് സുവിശേഷം. സുവിശേഷ യോഗങ്ങളിൽ അത് തെല്ലും കുറഞ്ഞിട്ടുണ്ട്. ദൈവം പാപികളായ ജനത്തെ മക്കളാക്കി മാറ്റി. ഇതുപോലൊരു ന്യൂസ് ഈ ലോകത്തിൽ ഒരു പുസ്തകത്തിലും ഇല്ല. അതുകൊണ്ടാണ് ഞാനിത് പ്രസംഗിക്കുന്നത്. എന്നോട് ചിലർ ചോദിച്ചു, നിന്റെ പുസ്തകം ഞങ്ങൾക്കറിയാം. ന്യായപ്രമാണത്തിനകത്തുള്ള ഒരുപാട് ചരിത്രങ്ങൾ വച്ച് അവരെന്നോട് വാഗ്വാദം നടത്തി. നിന്റെ പുസ്തകത്തിനകത്ത് അങ്ങനെയില്ലേ ഇങ്ങനെയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെന്തിനാണ് നീ പുസ്തകം പിടിച്ച് ഇതിനകത്തെന്തോ വലിയ കാര്യമുണ്ടെന്ന് പറയുന്നത്? ഇതിനകത്ത് വലിയ കാര്യം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ഇതിനകത്തുള്ള ചരിത്രം പഠിച്ചിട്ട് ഞങ്ങളോട് സംസാരിക്കുക. നിങ്ങൾ ഇതിനകത്ത് ഇസ്രായേൽ എന്നൊരു രാജ്യത്തെ ദൈവവുമായുള്ള ബന്ധത്തിനകത്ത് സംഭവിച്ച പല കാര്യങ്ങളെ പഠിച്ചു വച്ച് ഞങ്ങളോട് സംസാരിക്കുക. എന്നാൽ ഈ വേദപുസ്തകത്തിനകത്ത് നിങ്ങൾ അറിയാത്ത ഈ ബൈബിളിന്റെ ഒന്നാമത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ നിറഞ്ഞു കിടക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഈ ബൈബിൾ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഈ 3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് വെളിച്ചമാണ്. ഒന്നുകിൽ നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ വായിച്ചിട്ട് ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇതിലെന്താണ്? എന്തേലും ഒന്ന് സമ്മതിക്കണം. ഞങ്ങൾ കണ്ടില്ലല്ലോ പാസ്റ്ററെ. നമ്മൾ യുദ്ധവും യുദ്ധശ്രുതികളും അവൻ മറ്റവനെ അടിച്ചതും ഇവൻ അവനെ വെട്ടിയതും നമ്മൾ കണ്ടു. പക്ഷെ ബൈബിൾ തുടങ്ങുന്നത് ഒരു വെളിച്ചത്തോടെയാണ്.
ഞാൻ വിശുദ്ധ വേദപുസ്തകം തുറന്നപ്പോൾ എന്റെ കണ്ണുകൾ കണ്ടത് വെളിച്ചമാണ്. ഒരു 3-4 വാക്യങ്ങൾ മുമ്പിലേക്ക് വായിച്ചപ്പോൾ ഞാൻ കണ്ടത് ജീവനാണ്. ഓ, നിങ്ങൾ എന്തേലും കണ്ടോ? കണ്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഒന്നുകൂടെ ബൈബിൾ തുറന്നു വായിക്കണം. ഇത് തുടങ്ങിയപ്പോൾ ഞാൻ കണ്ടത് വെളിച്ചം. 3 വാക്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് ജീവൻ. 2 വാക്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു വരിക, നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാം. അതിനകത്ത് ഞാൻ കണ്ടത് സ്നേഹം. നിന്റെ പുസ്തകത്തിൽ എന്തുണ്ടെന്ന് എന്നോട് ചോദിച്ചവരോട് അന്നും ഇന്നും എന്നും എനിക്ക് പറയാനുള്ളത് 3 കാര്യങ്ങൾ കൊണ്ടാണ് ഈ വേദപുസ്തകം ആരംഭിക്കുന്നത്. ലൈറ്റ്, ലൈഫ്, ലവ്. ഈ പുസ്തകം അടയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായം ബൈബിൾ പറയുന്നു, അവിടെ സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല, പക്ഷെ വെളിച്ചമുണ്ട്. സൂര്യനില്ല, പക്ഷെ വെളിച്ചമുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായി, വീണ്ടെടുക്കപ്പെട്ടവന്റെ വെളിച്ചം സൂര്യനല്ലെന്ന്. കരമടിച്ചാമേൻ പറയാൻ ആത്മാവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് കെട്ടുപോകാത്ത സഭയുണ്ടെങ്കിൽ കരമടിച്ച് ഈ ദേശം കേൾക്കട്ടെ. ഇത് സൂര്യൻ ഉണ്ടായിട്ടുണ്ടായതല്ല, ഇത് സൂര്യനെ ഉണ്ടാക്കിയത്. അവിടെ സൂര്യനില്ല, നക്ഷത്രങ്ങളില്ല, അവിടെ ഇരുട്ടുമില്ല. അവിടെ ദൈവം നിന്റെ വെളിച്ചമായിരിക്കും. തുടങ്ങിയത് വെളിച്ചത്തിൽ, അവസാനിക്കുന്നതും വെളിച്ചത്തിൽ. കൊടുമണ്ണിൽ സുവിശേഷം വന്നാൽ എന്തു വരും? സുവിശേഷം വന്നാൽ വെളിച്ചം വരും. വെളിച്ചം വന്നാൽ എന്തു മാറും? വെളിച്ചം വന്നാൽ അന്ധകാരം മാറും. അപ്പൊ എന്തിനാ ഈ 15ാമത്തെ കൺവെൻഷൻ? കൊടുമണ്ണിനെ പിടിച്ചടക്കിയ, പാവപ്പെട്ട ജനത്തെ അടക്കി വാഴുന്ന, വിശുദ്ധ തിരുവഴുത്തിന്റെ ദൈവശാസ്ത്രം പഠിച്ചാൽ ഇരുട്ടെന്ന് പറയുന്ന പല സ്ഥലത്തും ബൈബിൾ പറയുന്നത് അജ്ഞത എന്ന വാക്കാണ്. അറിവില്ലായ്മ, അജ്ഞത, അറിവില്ലായ്മ, അജ്ഞത. അജ്ഞത കൊണ്ട് കൊടുമണ്ണിലെ നിവാസികളെ അന്ധമാക്കി ഭരിക്കുന്ന അന്ധകാരത്തിന്റെ തേർവാഴ്ചകളെ കൊടുമണ്ണിൽ അവസാനിപ്പിക്കാൻ സുവിശേഷമെന്ന സത്യ വെളിച്ചത്തെ 15ാമത്തെ കൺവെൻഷനിൽ അവസാനത്തെ രാത്രി കൊടുമണ്ണിനോട് അരവിന്ദ് മോഹൻ പ്രസംഗിക്കുന്നു. നിന്റെ ഭവനത്തെ അന്ധമാക്കി ഭരിക്കുന്ന ദുരാത്മമണ്ഡലങ്ങൾ, ശാപത്തിന്റെയും തിന്മയുടെയും നിയമത്തിന്റെയും പേരിൽ, ജാതകത്തിന്റെയും ദുഷ്ടതയുടെയും ആഭിചാരത്തിന്റെയും മന്ത്രവാദത്തിന്റെയും പേരിൽ ഇന്നും ഈ നാട്ടിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാതെ, സ്വസ്ഥത അനുഭവിക്കാതെ നിന്നെ അന്ധമാക്കി ഭരിക്കുന്ന ഇരുട്ടിന്റെ സാമ്രാജ്യത്തിലേക്ക് വെളിച്ചത്തിന്റെ ശക്തി. ഈ പുസ്തകം അവസാനിക്കുമ്പോൾ ഞാൻ കണ്ടത്, ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നും ഒരു ജീവജല നദി ഒഴുകുന്നു. അത് ഒഴുകുന്നിടത്തെല്ലാം ജീവനുണ്ടായി വരുന്നു. കയ്യിലിരിക്കുന്ന ബൈബിളിൽ തൊട്ടു പറയണം, ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് നിറഞ്ഞു കിടക്കുന്നത്. ഒരു പച്ച മനുഷ്യനായി ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നീ നിൽക്കുന്നിടത്തു നിന്നുകൊണ്ട് ഒറ്റ വാക്ക്, യേശുവേ, ഈ സുവിശേഷത്തിനകത്ത് ഈ അഭിഷക്തൻ പറയുന്ന, ഈ ബ്രദർ പറയുന്ന, ഈ പാസ്റ്റർ പറയുന്ന വെളിച്ചമുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണം. ഈ സുവിശേഷത്തിനകത്ത് ജീവനുണ്ടെങ്കിൽ അത് എൻ്റെ മേലൊന്ന് വെളിപ്പെട്ടു വരണം.
ഈ സുവിശേഷത്തിനകത്ത് സ്നേഹമുണ്ടെങ്കിൽ അതെന്റെ കുടുംബത്തെ ഒന്ന് തൊടണം. തൊട്ടിരിക്കും. എന്താ ഒരു അവിശ്വാസം പോലെ? ഒരവിശ്വാസമില്ല. ഈ സുവിശേഷം ജനങ്ങളെ വിടിവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആയിരങ്ങളെ സ്വതന്ത്രമാക്കിക്കൊണ്ടേയിരിക്കുന്നു. പതിനായിരങ്ങളെ രക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. തലമുറകളെ വിടിവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സുവിശേഷത്തെ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് എന്നെ ബന്ധിക്കാം, പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് ബന്ധനം ഇല്ല. കാരാമടിച്ച് ഒരുമിച്ച് അതിനെ ഒന്ന് ആഘോഷിച്ചോ. നിങ്ങൾക്കൊരു പാസ്റ്ററെ ബന്ധിക്കാം, നിങ്ങൾക്കൊരു സഭയെ ബന്ധിക്കാം, നിങ്ങൾക്ക് അഭിഷക്തന്മാരെ ബന്ധിക്കാം, പക്ഷേ ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവവചനത്തിന് ബന്ധനമില്ല. ഏതോ ഒരു വഴിവക്കിൽ എന്തോ ഒരു അത്ഭുതം കിട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നയാളല്ല ഞാൻ. സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായപ്പോൾ, ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാത്ത, ഒരിക്കലും എന്നെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത, ഒന്നുകൂടെ പറഞ്ഞാൽ ഇതുമായിട്ടൊരു ബന്ധമില്ലാതെ പോയ എന്നെ വീണ്ടെടുക്കാൻ യേശുവിന് കൃപ തോന്നി. അതുകൊണ്ട് ഞങ്ങളുടെ പ്രശംസ ഞങ്ങൾക്ക് ലഭിച്ച മിനിസ്ട്രിയിലല്ല, ഞങ്ങളുടെ പ്രശംസ ഞങ്ങൾക്ക് ലഭിച്ച വേദിയിലല്ല, ഞങ്ങളുടെ പ്രശംസ ഞങ്ങൾക്ക് ലഭിച്ച സമ്പത്തിലല്ല. ഞങ്ങളുടെ പ്രശംസ അവനിലാണ്, ക്രിസ്തുവിലാണ്. ഇതുറക്കെ സഭയ്ക്ക് പറയാൻ കഴിയുമോ? ക്രിസ്തു ഞങ്ങളെ അനുഗ്രഹിച്ചു, ക്രിസ്തു ഞങ്ങൾക്ക് മാന്യത തന്നു, ക്രിസ്തു ഞങ്ങളെ ഉയർത്തി. പക്ഷെ ഞങ്ങളുടെ പ്രശംസ മുഴുവൻ ക്രിസ്തു യേശുവിലാണ്. എൻ്റെ ആത്മീക ജീവിതത്തിൽ രണ്ടുപേരെ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അതിലൊന്ന്, എൻ്റെ 17-ാമത്തെ വയസ്സിൽ എൻ്റെ വീട്ടിൽ കയറി വന്ന 65 വയസ്സുള്ള ഒരു അമ്മച്ചി. 2, എൻ്റെ 17-ാമത്തെ വയസ്സിൽ എൻ്റെ വീട്ടിൽ കയറി വന്ന ഒരു പാസ്റ്റർ. ഇവരെ രണ്ടുപേരും എനിക്ക് മറക്കാൻ കഴിയില്ല. അവർ രണ്ടുപേരും ഇന്ന് ഈ ഭൂമിയിലില്ല. ആ അമ്മച്ചി എന്തുകൊണ്ട് എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ല എന്നറിയോ? അമ്മച്ചിക്ക് വലിയ പ്രസംഗമൊന്നും അറിയത്തില്ല, അമ്മച്ചിക്ക് ബൈബിൾ തന്നെ വായിക്കാൻ അറിയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ശാപത്താലും ദോഷഫലങ്ങളാലും ജാതക ശാപത്താലും മതം കൈവിട്ട ഞാൻ ഇനി എന്ത് എന്ന ചിന്തയിൽ മരണം മാത്രം മുന്നിൽ നിൽക്കുമ്പോൾ ഒരു 65 വയസ്സുള്ള അമ്മച്ചി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്: നിന്നെ യേശു വിടുവിക്കും. അരവിന്ദ് മോഹനിനി എല്ലാ വൻകരകളിൽ പ്രസംഗിച്ചാൽ, അരവിന്ദ് മോഹനിനി എത്ര വലിയവനായാൽ, അരവിന്ദ് മോഹൻ ബൈബിളിലെ സകല ദൈവശാസ്ത്രവും അരക്കി കലക്കി കുടിച്ചാൽ, അരവിന്ദ് മോഹന്റെ ജീവിതം മാറ്റിമറിച്ചത് 65 വയസ്സുള്ള അമ്മച്ചി പറഞ്ഞ ഒറ്റ വാക്കാണ്: യേശു നിന്നെ വിടുവിക്കും. ആ വാക്കിനകത്ത് ദൈവശാസ്ത്രമില്ലായിരുന്നു, ആ വാക്കിനകത്ത് പാരമ്പര്യമില്ലായിരുന്നു, പക്ഷെ ആ വാക്കിനകത്ത് അധികാരമുണ്ടായിരുന്നു. എനിക്കവരെ മറക്കാൻ കഴിയില്ല. 2, ആ ഞായറാഴ്ച എൻ്റെ വീട്ടിൽ വന്ന പാസ്റ്റർ. ഇത് പൊതു മീറ്റിംഗ് ആയതുകൊണ്ടാണ് ഇൻട്രഡക്ഷൻ കുറച്ച് നീളുന്നത്. ഓൾ നൈറ്റ് പ്രയർ ആകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു പേരുദോഷം എനിക്കുണ്ട്, ഇവിടെ മാറ്റാൻ ഞാൻ ശ്രമിക്കാം. ഈ പാസ്റ്ററിന്റെ വീട്ടിൽ വന്നപ്പോൾ നാട്ടുകാരെന്നെ കേട്ടോ, നിങ്ങൾ എന്നെക്കാളും നല്ലവരാണ്, നിങ്ങളിപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഈ പാസ്റ്ററിന്റെ മുമ്പിൽ തൊഴുകൈകളോടെ പറഞ്ഞു, എനിക്കൊന്ന് പാസ്റ്റർ എന്നൊന്നും അറിയത്തില്ല, അപ്പുപ്പ ഞാൻ നിങ്ങളുടെ ആളല്ല.
അങ്ങനെ പറഞ്ഞ ആളാണ്. ഞാൻ നിങ്ങളുടെ ആളല്ല. അപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞു, അത് സാരമില്ല. ഞാൻ പറഞ്ഞു, ഇനി ഒരിക്കലും നിങ്ങളുടെ പള്ളിയിൽ വരില്ല. ഓ, പാസ്റ്റർ പറഞ്ഞു വരണ്ട. അങ്ങനെ ഒരു പാസ്റ്ററെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം പറഞ്ഞു വരണ്ട. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്തായാലും വീട് വരെ വന്നതല്ലേ, ഒരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെ. ഒരു വാക്ക് പ്രാർത്ഥനയിൽ ഒരു കുടുംബത്തിന്റെ ചരിത്രം തിരിക്കാൻ കേൾപ്പുള്ള പാസ്റ്റർ. സ്തോത്രം പറഞ്ഞു. ഇതൊക്കെയാണ് എന്റെ പെന്തക്കോസ് അനുഭവം. എനിക്ക് ബാക്കിയൊന്നും അറിയണ്ട, അറിയണമെന്ന് ആഗ്രഹമില്ല. എന്നോട് നിങ്ങൾ അനുഭവം ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, ഒറ്റ വാക്കു പ്രാർത്ഥന കൊണ്ട് ഒരു കുടുംബത്തിന്റെ ശാപത്തിൽ നിന്നും കുടുംബത്തെ മുഴുവൻ ചരിത്രം തിരിച്ച് അതിനകത്തുനിന്ന് ഒരു അപ്പോസ്തലനെ പുറത്തെടുത്ത് ജാതികൾക്ക് പ്രവാചകനാക്കി ആയിരങ്ങൾക്ക് അത്ഭുതമാക്കി മാറ്റാൻ ദൈവം ഉപയോഗിച്ച അഭിഷേകവും അധികാരവുമുള്ള ഒരു അഭിഷേകം. കൊടുമണ്ണിന് അങ്ങനെയുള്ളവരെ വേണം. ഇനിയും കേരളത്തിൽ അങ്ങനെയുള്ളവർ എഴുന്നേൽക്കണം. കഴിഞ്ഞ കാലഘട്ടത്തിലെ പിതാക്കന്മാർ ചെയ്തു വച്ചിട്ട് പോയത് പറയാൻ മാത്രമല്ല, അവർ ചെയ്തതിനേക്കാൾ അതിശക്തിയോടെ ദൈവശക്തിയുടെ പ്രദർശനശാലയായി മാറാൻ ഇവിടെ ആത്മാവുള്ള അഭിഷക്തന്മാർ വേണം. ഈ രണ്ടുപേരെ എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ കഴിയില്ല. ആ ദൈവമനുഷ്യൻ ഒറ്റ വാക്കിലൊരു പ്രാർത്ഥന നടത്തി. നിങ്ങൾ വിശ്വസിക്കോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ആ ഒറ്റ വാക്കിലെ പ്രാർത്ഥനയല്ലായിരുന്നു, അതൊരു പ്രവചനമായിരുന്നു. ഇന്ന് പ്രവചനം എന്ന് കേട്ടാൽ നമുക്ക് നാണക്കേടാണ്. എന്നാൽ ഒരു പ്രവാചകൻ വരുന്നു എന്ന് കേട്ടാൽ നമ്മൾ അയാളെ വിടത്തൂല്ല. ഇവരാരും മിണ്ടുന്നില്ല. 150 ദൂത് പോക്കറ്റിലുണ്ട്. എന്നാലും ഒരു പ്രവാചകൻ ആ വഴി പോകുന്നു എന്ന് വെച്ചാൽ 151ാമത്തെ ദൂതുണ്ടോന്ന്. ഈ ദൂതെല്ലാം കൂടെ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ? എന്റെ ജീവിതത്തിൽ ആ മനുഷ്യന്റെ ഒരു വാക്ക് പ്രാർത്ഥന, അദ്ദേഹം പ്രാർത്ഥിക്കുകയല്ലായിരുന്നു. എന്റെ വീടിനകത്ത് സംഭവിച്ച ചില സംഭവങ്ങൾ, ജാതക ശാപം കൊണ്ട് കുടുംബക്കാർ ഇറക്കി വിട്ടവനെ, ദേശക്കാർ തള്ളി മാറ്റിയതിനെ, നീ ഒരിക്കലും ഇനി ജീവിക്കപ്പെടില്ല, ഗുണം പിടിക്കില്ലെന്ന് പറഞ്ഞു കളഞ്ഞതിനെ, മന്ത്രവാദിയും ആഭിചാരകന്മാരും സകലരും കൈയൊഴിഞ്ഞതിനെ, ജീവിതത്തിൽ സംഭവിച്ച നിർണായക സംഭവങ്ങളെ ആ മനുഷ്യൻ നിന്നു പ്രവചിച്ചു. അതാണ് എൻ്റെ ലൈഫിനെ തൊട്ട ഒന്നാമത്തെ. ഇത് നാട്ടുകാർക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അന്ന് ഞാൻ ആ മനുഷ്യന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് ചോദിച്ചു, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? സ്തോത്രം പോലെ ഇവിടെ ഒരാൾ നന്നായിട്ട് കൈയടിക്കുന്നു. താങ്ക് യു. നിങ്ങൾ ആരും അടിക്കുന്നില്ല, കൈയടിക്കുന്നു. നമ്മൾ കൈയടിച്ച് തുടങ്ങിയതാണല്ലേ എന്ന് പണ്ട്. ഈ ഞാനും എൻ്റെ അമ്മയും എൻ്റെ അനുജത്തിയും ഒക്കെ ഈ ചർച്ചിൽ പോയപ്പോൾ നാട്ടുകാരും പറഞ്ഞത് എൻ്റെ മാതൃ ചർച്ച് ഷാരോണാണ്. ഒരാളും പറഞ്ഞിട്ടില്ല അരവിന്ദ് മോഹൻ, ശ്രീദേവി, അഞ്ജലി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ ആരാധനയ്ക്ക് പോകുന്നെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞു തുള്ളാൻ പോകുന്നു. ഇവിടെ എങ്ങനെയാണ്? ഓയ് നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇതിവിടെ ഭയങ്കര സ്റ്റാൻഡേർഡാണ്. ആരും പറഞ്ഞിട്ടില്ല അവർ പെന്തക്കോസ്റ്റ് ചർച്ചിൽ പോയത്, ദേണ്ട കൈയടിക്കാൻ പോയത്. നമ്മളൊക്കെ ഇറങ്ങിയപ്പോൾ അങ്ങനെ എന്നാ നാട്ടുകാർ പറഞ്ഞു. കൈയടിച്ചിട്ടും തുള്ളിയിട്ടും തന്നെയാണ് ഇന്നീ വന്നിരിക്കുന്ന പത്രാസിലൊക്കെ ഇരിക്കാൻ. മറന്നുപോകല്ലേ. പെന്തക്കോസ്റ്റ് ചരിത്ര പുസ്തകം ബൈബിൾ വായിക്കുന്നത് പോലെ സഭ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വായിക്കും. രാമയും പറഞ്ഞു, നല്ല ചിരിച്ചുകൊണ്ടൊരു ഹല്ലേലൂയ. ചിലരിയ്ക്കുന്ന കണ്ടിട്ട് എന്നോട് എന്തോ പകയുള്ളതുപോലെ. ഞാൻ നിങ്ങളെ ഇന്ന് കടം വാങ്ങിച്ചിട്ടില്ലല്ലോ,
ചിലരുടെ മുഖം കണ്ടിട്ട് ഇവ 3 വർഷം മുമ്പ് 5 ലക്ഷം വാങ്ങിച്ചു മുങ്ങിയതാണ്, ഇപ്പോഴാ പൊങ്ങിയെന്ന ലെവലില്ല. എന്നെ നോക്കി പേടിപ്പിക്കല്ലേ, ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ പാസ്റ്റർ, ഞാൻ ഈ പാസ്റ്ററോട് ചോദിച്ചു, ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അന്ന് ഈ മനുഷ്യനോട് പറഞ്ഞൊരു വാക്കാണ്, ഇന്ന് നിങ്ങൾ എൻ്റെ ചർച്ചിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. ഞാൻ എന്നും നന്ദി പറയും, പരിശുദ്ധാത്മാവുള്ള ഒരു ചർച്ചിൽ എന്നെ ദൈവം കൊണ്ടുപോയി. പിന്നെ തലമുറകളോട് ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കണം. ഒന്നുകിൽ നിങ്ങളുടെ ചർച്ച് രൂപാന്തരപ്പെടണം. പരിശുദ്ധാത്മാവുള്ള ചർച്ചിൽ ഇരുന്നാലേ ലോകത്തെ കീഴടക്കുന്നവർ ജനിക്കത്തുള്ളൂ. കാരമടിച്ച് ആമേൻ പറഞ്ഞോ. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന കൂട്ടായ്മയിൽ ഇരിക്കുന്നവനെ പട്ടണങ്ങളെ കീഴ്മേൽ മറിക്കുന്ന ഒരു അപ്പോസ്തലനായി പുറത്തു വരും. അന്ന് ഞാൻ ആ പാസ്റ്ററോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കൊടുമണ്ണിലെ ആരും അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. അവർ വേണമെങ്കിൽ വന്ന് പ്രാർത്ഥിച്ചു പോകും, നിങ്ങൾ നല്ലവരാണ്. പക്ഷെ ഞാൻ അങ്ങനെ അല്ലായിരുന്നു. ഇത്രയും അടയാളം എൻ്റെ മുമ്പിൽ ഉണ്ടായിട്ട് ഞാൻ ആ പാസ്റ്ററിന്റെ മുമ്പിൽ എൻ്റെ ജാതകം എടുത്ത് നീട്ടിയിട്ട് ചോദിച്ചു, ഇതാണ് എനിക്ക് എഴുതിയ ജാതകം, ഇതിൽ മുഴുവൻ എഴുതി വച്ചേക്കുന്നത് ശാപമാണ്, ഇത് വായിച്ചാൽ ഞാൻ ജനിച്ചതാണ് പ്രശ്നം. താങ്കൾക്ക് എന്തു പറയാനുണ്ട്? ആ മനുഷ്യൻ അന്ന് എൻ്റെ മുമ്പിൽ തൻ്റെ കയ്യിലിരുന്ന ഈ ബൈബിൾ, നിങ്ങൾ പറഞ്ഞില്ലേ പുസ്തകവും, നിങ്ങൾ പറഞ്ഞില്ലേ ഇതിൽ എന്തിരിക്കുന്നത്, ഈ ബൈബിൾ എൻ്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതിൽ നിന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കൊടുമണ്ണിൽ എന്നെ കേൾക്കുന്ന നീ മനുഷ്യനാണ്, നിന്നെക്കുറിച്ച് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമല്ല, ഇത് മാനവ ലോകത്തോടുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ്. കരമടിച്ച് ശബ്ദമുയർത്തി ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും യേശു ചെയ്ത ശുശ്രൂഷ വായിക്കണം. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും യേശു പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ വായിക്കണം. ഇത് തുറന്നു വായിച്ചതിന്റെ പേരിൽ ഞങ്ങളാരും നിങ്ങളെ കൊല്ലില്ല. ഇത് വീട്ടിലുള്ളതിന്റെ പേരിൽ ഞങ്ങളാരും വീട് കയറി അടിക്കത്തുമില്ല. ഇത് തുറന്നു വായിച്ചാൽ നീ രക്ഷപ്പെടും. അന്ന് ഈ മനുഷ്യൻ ഈ വേദപുസ്തകം തുറന്ന് എന്നെ 2-3 വചനം വായിപ്പിച്ചു. അതിൽ എന്നെ തൊട്ട കുറച്ച് ഭാഗമുണ്ട്, അതെല്ലാം അവിടെ നിൽക്കട്ടെ. എന്നെ അഗാധമായി സ്പർശിച്ച ഒരു വചനമുണ്ട്. ഞാൻ ശപിക്കപ്പെട്ടവനാന്ന് ലോകം മുഴുവൻ എന്നെ പഠിപ്പിച്ചു, കുടുംബക്കാർ എന്നെ പഠിപ്പിച്ചു, ഞാൻ വിശ്വസിച്ചവരെല്ലാം എന്നെ അങ്ങനെ പറഞ്ഞു. പക്ഷെ ഈ ബൈബിൾ തുറന്ന മനുഷ്യൻ എന്നോട് പറഞ്ഞു, നിന്റെ ശാപത്തെ യേശു ക്രൂശിൽ വഹിച്ചു. നിനക്കിത് എന്തു പോഷത്വമായാലും വിശ്വസിച്ച അരവിന്ദ് മോഹന് ഇത് ദൈവശക്തിയായി മാറി. എന്റെ ശാപത്തെ യേശു ക്രൂശിൽ വഹിച്ചു. അതുകൊണ്ട് വർഷങ്ങളായി ശാപവും വഹിച്ച് ദോഷവും വഹിച്ച് ചൊവ്വയും ശനിയും യുറാനസും നെപ്റ്റ്യൂണും പ്ലൂട്ടോയും നിന്റെ വീട്ടിൽ കിടന്ന് കറങ്ങി ഉള്ള പൈസ മുഴുവൻ ആഭിചാരവും മന്ത്രവാദവും എല്ലാം കൊണ്ടുപോയി. എത്ര നേർച്ചയിട്ടിട്ടും ഒരു മാറ്റവും ഇല്ല. ദൈവം കോപിച്ചു 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 കോപിച്ച് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യത്തിൻ്റെ വെളിച്ചം സ്വീകരിക്കുക. നിന്റെ ശാപം നീ വഹിക്കേണ്ടവനല്ല. 2024 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ പാപവും ശാപവും രോഗവും എല്ലാം എൻ്റെ യേശു ക്രൂശിൽ വഹിച്ച് അവൻ എന്നെ നീതീകരിച്ച് വിശുദ്ധീകരിച്ച് തേജസ്കരിച്ച് വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ മകനാക്കി രാജകീയ പുരോഹിത വർഗമാക്കി സ്വന്തം ജനമാക്കി എന്നെ വിടുവിച്ച, എന്നെ രക്ഷിച്ച ആ രക്ഷയുടെ സുവിശേഷം. ഇത് പറയേണ്ടത് എൻ്റെ കടമ. സ്വീകരിക്കണമോ വേണ്ടയോ എന്നത് നിങ്ങളുടെ തീരുമാനം. ചോയ്സ് ഈസ് യുവേഴ്സ്. നല്ലൊരു ആമേൻ പറ. ഞാൻ യേശുവിനെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കുടുംബക്കാർ പറഞ്ഞു, യേശുവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ ഇത് നമുക്ക് മറ്റുള്ളവരോട് പറയാൻ ഭയങ്കര ആവേശമാണ്. ഞാനപ്പോൾ എൻ്റെ ബന്ധുക്കളോട് പോയി പറയുമായിരുന്നു യേശു. അപ്പോൾ അവർ പറയും, കൊള്ളാം, എടാ ആദ്യം നിന്നെ ഈ യേശു രക്ഷിക്കട്ടെ.
നീ ആദ്യം നിന്റെ കുടിലിൽ നിന്ന് പുറത്തു വാ. നീ ആദ്യം ഈ തിരുവനന്തപുരം പട്ടണത്തിൽ റോഡ് ടാർ ചെയ്യുന്ന ടാർ പണിക്ക് നടക്കുക. പക്ഷെ പറയുന്നതൊക്കെ ഇന്റർനാഷണൽ കാര്യങ്ങൾ. അത് ഞങ്ങളുടെ ഒരു പ്രത്യേകത. അങ്ങനെയല്ലേ? ഞങ്ങൾ പട്ടിണിയായിരിക്കും, പക്ഷെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ എല്ലാവർക്കും അനുഗ്രഹമാകും. നിങ്ങളങ്ങനെയൊന്നുമല്ല, പക്ഷെ ഞാൻ എങ്ങനെയല്ല. എൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും എങ്ങനെ ആഹാരം കൊടുക്കും, എങ്ങനെ നല്ലൊരു വീട് അവരെ പാർപ്പിക്കുമെന്ന് ചിന്തിച്ചോട് നടന്ന എന്നോട് ഒരു ദൈവദാസന്മാരും പറഞ്ഞിട്ടില്ല നിനക്ക് വീട് തരാമോ, നിനക്ക് ആഹാരം തരാമോ, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഏത് കൺവെൻഷനിൽ പോയാലും എന്നെ എഴുന്നേപ്പിച്ചിട്ട് പറയും നീ രാജ്യങ്ങൾക്കൊരു അനുഗ്രഹമാണ്. ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, ഇവർക്ക് വേറെ പണിയില്ലേ? ഞാൻ ചോദിക്കുന്നത് എന്ന് വീട് കിട്ടും, എന്നെൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും നല്ല ആഹാരം കൊടുക്കും. പക്ഷെ അഭിഷക്തന്മാർ പറഞ്ഞത് നീ മുഖാന്തരം ആയിരങ്ങൾ വിടുവിക്കപ്പെടും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞോട്ടെ, സാഹചര്യം എന്തുമാകട്ടെ, കേൾക്കുന്നത് കാണുന്നത് എന്തുമാകട്ടെ, സാഹചര്യം നിങ്ങളെ സ്വാധീനിക്കരുത്. ഒരു യുവ അഭിഷക്തൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ ജീവിതത്തിൽ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ ലൈഫിൽ വന്ന അഭിഷേകം, ദൈവ സാന്നിധ്യം അതെന്നിൽ നിന്ന് നഷ്ടപ്പെടാത്തത് കൊണ്ട് എവിടൊക്കെ തല താഴ്ത്തിയോ, എവിടൊക്കെ പരാജയപ്പെട്ടോ, എവിടൊക്കെ വീണുപോയോ അവിടെ തല ഉയർത്തി തിരിച്ചു വരാം. ആരും നിങ്ങളെ ചതിക്കരുത്, ആരും നിങ്ങളെ വഞ്ചിക്കരുത്. താങ്ക് യു ലോർഡ്. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഈ പട്ടണത്തോട് സംസാരിക്കാൻ പോവുകയാണ്. ആശയമല്ല, സത്യം. ഞാൻ ആശയം പ്രസംഗിക്കാൻ വന്നയാളല്ല, സത്യം പറയാൻ വന്നയാളാണ്. 1, 2, 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോൾ ആരും ബൈബിൾ തുറന്ന് വായിക്കാൻ ഇരിക്കരുത്. ചിലപ്പോൾ അവരിന്ന് അടുത്ത മിനിറ്റുകൾ കൊണ്ട് ഞാൻ വായിച്ച അധ്യായങ്ങളെല്ലാം ഇരുന്ന് വായിക്കും. കാരണം അവർക്ക് വീട്ടിൽ സമയമില്ല. അതുകൊണ്ട് ബൈബിൾ ഇവിടെ വെച്ച് തുറക്കണ്ട. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തുറന്ന് നോക്കിക്കോണം. വീട്ടിൽ പോയിട്ട് പറയരുത് എൻ്റെ ബൈബിളിൽ അങ്ങനെ അല്ലായിരുന്നു എന്നൊന്നും പറയരുത്. അങ്ങനെ സംശയമുള്ളവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഇരുന്ന് കറക്റ്റായിട്ട് തുറന്ന് നോട്ട് ചെയ്ത് പ്രൂഫ് ചെയ്തിട്ട് ഇവിടുന്ന് പോകാം. അല്ലാമേ. എൻ്റെ യേശു ക്രിസ്തുവിനെ കുറിച്ച് തൻ്റെ ക്രൂശു മരണം നടക്കുന്ന സമയത്ത് യേശുവിനെ ക്രൂശിക്കുവാൻ, യേശുവിനെ അടിക്കുവാൻ, യേശുവിനെ കൊല്ലുവാൻ, യേശുവിനെ നിന്ദിക്കുവാൻ ആ കാൽവരിയിൽ ഉണ്ടായിരുന്ന പീലാത്തോസിന്റെ പടയാളികളിൽ ഒരു പ്രധാനപ്പെട്ട ശതാധിപൻ യേശുവിനെ കുറിച്ച് പറഞ്ഞ 1-2 സ്റ്റേറ്റ്മെന്റ് കൊടുമണ്ണിലെ നാട്ടുകാരൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനിപ്പോൾ വായിക്കാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് യേശുവിന്റെ അസിസ്റ്റന്റ് പാസ്റ്ററായ പത്രോസ് അല്ല, യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാനല്ല, യേശുവിന്റെ അത്ഭുതങ്ങൾ പ്രാപിച്ച ജനവുമല്ല, യേശുവിന്റെ ശത്രുപക്ഷത്ത് നിന്ന് ഒരു മനുഷ്യൻ ക്രൂശിൽ വെച്ച് യേശുവിനെ കുറിച്ച് പറഞ്ഞ 1-2 വാക്കുകൾ. അതിലൊന്ന് മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 54-ാമത്തെ വാക്യം. ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായവ സംഭവിച്ചത് കണ്ടിട്ട് അവൻ യേശു ക്രിസ്തു ദൈവപുത്രൻ ആയിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. മർക്കോസ് വിശേഷം 15-ാം അധ്യായം 39-ാമത്തെ വാക്യം. അവന് എതിരെ നിന്നിരുന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണനെ വിടുന്നത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു. ലൂക്കോസ് 23:47. ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി.
ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എന്റെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ക്രൂശിൽ വെച്ച് യേശുവിന്റെ മരണത്തോടുകൂടി നടന്ന ചില സംഭവങ്ങൾ, യേശുവിന്റെ മരണത്തോടുകൂടി സംഭവിച്ച അപൂർവ കാര്യങ്ങൾ കൂടി നിന്നവർ കണ്ടപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ശതാധിപൻ സംഭവിച്ചതെല്ലാം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം പറയുകയാണ്, ഇത് ശപിക്കപ്പെട്ടയാളല്ല, ഇത് യഹൂദന്റെ ആളല്ല, ഇത് ഇവർ പറയുന്നത് പോലുള്ള ആളല്ല, അവൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ, ദൈവപുത്രനായ യേശു ക്രിസ്തു എന്ന സുവിശേഷം ഇന്നു രാത്രി ഞങ്ങൾ ഈ പട്ടണത്തിൽ ഉയർത്തുകയാണ്. ദൈവപുത്രനായ ക്രിസ്തു, മാനവലോകത്തിന്റെ രക്ഷകൻ, ദൈവത്തിന്റെ സർവസമ്പൂർണ്ണത ദേഹരൂപമായി വസിക്കുന്നവൻ, സകലത്തിൻ്റെയും നിറവായവൻ, സകലത്തിൻ്റെയും പൂർണ്ണതയായവൻ, ഏതു മനുഷ്യനെയും തികഞ്ഞവനാക്കി നിർത്താൻ കഴിയുന്നവൻ. നിങ്ങൾ ആരും ആമേൻ പറയുന്നില്ല. സർവജനത്തിനും ഉണ്ടായ സന്തോഷം, ദൈവപുത്രനായ ക്രിസ്തു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഞങ്ങൾക്ക് പറയാൻ അഭിമാനമാണ്. ഈ ക്രിസ്തുവിന്റെ സുവിശേഷം ശ്രദ്ധിച്ചു കേൾക്കുക. യേശുവിന്റെ ജനനം ഹെരോദാവിനെ ഭ്രമിപ്പിച്ചു. യേശുവിന്റെ മരണം ശതാധിപനെ ഭ്രമിപ്പിച്ചു. ഈ ലോകത്തിൽ വന്ന എല്ലാവരും ജനിച്ചതിനു ശേഷമാണ് എവിടെ ജനിച്ചു എന്നെഴുതിയത്. യേശു ജനിക്കുന്നതിന് 600 വർഷങ്ങൾക്ക് മുൻപ് എവിടെ ജനിക്കും എന്ന് പ്രവാചകന്മാരെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് ജനിച്ചു. വേദപുസ്തകത്തിൽ യേശു പറഞ്ഞു, എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന സങ്കീർത്തനങ്ങളിലും പ്രവാചകന്മാരുടെ പുസ്തകത്തിലും മോശയുടെ ന്യായപ്രമാണത്തിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഞാൻ നിവർത്തിച്ചിരിക്കുന്നു. ഞാൻ ചെയ്തത് എഴുതി വച്ചിരിക്കുന്നു എന്നല്ല, എന്നെക്കുറിച്ച് എഴുതിയത് ഞാൻ നിവർത്തിച്ചിരിക്കുന്നു. അപ്പൊ യേശു വ്യത്യസ്തനാണ്. ഈ ലോകത്തിൽ വന്ന് ജനിച്ചു ജീവിച്ചു മരിച്ചു പോയവർ ജനിച്ചു ജീവിച്ചു മരിച്ചതിന് ശേഷം അവരുടെ ഹിസ്റ്റോറിക്കൽ ബുക്ക് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇത് യേശു ക്രിസ്തുവിന്റെ ബയോഗ്രാഫി അല്ല, ഇത് യേശു ക്രിസ്തുവിന്റെ ഹിസ്റ്റോറിക്കൽ ബുക്ക് അല്ല. യേശു ജനിക്കുന്നതിന് 600 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകന്മാരെ കൊണ്ട് ദൈവപുത്രനെ കുറിച്ച് പ്രവചിപ്പിച്ചു. ആ പ്രവചനം ആണുവിട തെറ്റാതെ ദൈവത്തിന്റെ പുത്രൻ നിവർത്തിച്ചു. അതുകൊണ്ടാണ് ഇന്ന് രാത്രി തല ഉയർത്തി പ്രസംഗിക്കുന്നത്. അറുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് യേശു ജനിക്കുന്നതിന് 600 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളൊന്ന് ചിന്തിച്ചേ. 1920 2024 കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? സത്യം പറ. 1920 നമ്മുടെ വീട്ടിന്റെ മുറ്റത്തൊരു കാളവണ്ടി കിടന്നാൽ ലംബോർഗിനി കിടന്ന പോലെയാണ്. ചിലരുടെ ചിന്ത ആരാണ് ലംബോർഗിനി? കാറിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്നാൽ 2024 നീ കാളവണ്ടിയിൽ കൂടെ കൊടുമണ്ണി കൂടെ പോയാൽ നാട്ടുകാർ ചിരിക്കും. 1920 കാളവണ്ടിയിൽ കൂടെ കൊടുമണ്ണി കൂടെ പോയ ആൾക്കാർ അത്ഭുതപ്പെടും. കാലം മാറി. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, യേശു ജനിക്കുന്നതിന് 600 വർഷങ്ങൾക്ക് പിറകിൽ കാലഘട്ടം, സംസ്കാരം, നിയമം, ഭരണം, അധികാരം, കൾച്ചർ. 600 വർഷത്തിന് ശേഷം കാലഘട്ടം മാറി, കൾച്ചർ മാറി, നിയമം മാറി, ഭരണം മാറി, രാജാക്കന്മാർ മാറി. പക്ഷെ പ്രവചനം, ദൈവത്തിന്റെ വചനം അത് മാറിയില്ല, അത് മാറ്റിയില്ല. അവൻ മാറ്റി എന്നല്ല, അവൻ അത് നിവർത്തിച്ചെന്നാണ്.
ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ വിശ്വസിക്കുന്ന ദൈവജനത്തിന്റെ മേൽ നിയമം മാറിയാലും, വ്യക്തി മാറിയാലും, കാലഘട്ടം മാറിയാലും ദൈവശബ്ദം മാറില്ല. നന്നായി കരമടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുത്തു. കാലഘട്ടം മാറിയാലും, നിയമം മാറിയാലും എന്റെ മേൽ കിടക്കുന്ന ദൈവശബ്ദം മാറില്ല. ഈ നാട്ടുകാരോട് ഞാൻ പറയട്ടെ, കാലഘട്ടം മാറിയാലും, ഭരണം മാറിയാലും, രാജാക്കന്മാർ മാറിയാലും ഇതിലെഴുതിയിരിക്കുന്നത് മാറില്ല. ഇനി ഭൂമിയിൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ ISROയിൽ നോക്കണ്ട, ബൈബിൾ തുറന്ന് വായിച്ചാൽ മതി. അപ്പൊ യേശുവിന്റെ ജനനം ഒരു രാജ്യത്തെ ഭ്രമിപ്പിച്ചു. അത് ഭ്രമിപ്പിക്കാൻ കാരണം ഒരു വാക്കാണ്. ഞെട്ടിയത് ഹെരോദാവ്, ഞെട്ടിയത് ആ രാജ്യം യെരൂശലേം മുഴുവൻ ഞെട്ടിപ്പിച്ചത് ഒറ്റ വാക്ക്. ആ വാക്കെന്തായിരുന്നറിയോ? രാജാവാകാൻ വേണ്ടി ജനിച്ചവൻ എവിടെയെന്നല്ല, രാജാവായി ജനിച്ചവൻ എവിടെ? ഇത് ജനിച്ച് രാജാവായ ആളെ കുറിച്ചല്ല പറയുന്നേ, രാജാവായി ജനിച്ചവനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ കർത്താവ് ജനിച്ച് രാജാവായ ആളല്ല, പടവെട്ടി രാജാവായ ആളല്ല, രാജ്യത്തെ മറിച്ച് രാജാവായ ആളല്ല, സിംഹാസനം പൊളിച്ച് രാജാവായ ആളല്ല. അദ്ദേഹം ജനിച്ചതേ രാജാവായിട്ടാണ്. രാജാവായി ജനിച്ചവന്റെ മക്കളാണ് നമ്മൾ. അതാണ് സുവിശേഷത്തിന്റെ യൂണിക്നെസ്. യേശു ജനിച്ചപ്പോ കിടത്താൻ സ്ഥലമില്ലായിരുന്നു. ഇന്ന് നമ്മുടെ വീടുകളിലും ക്രിസ്ത്യാനികളുടെ വീടുകളിലെല്ലാം നല്ല ഹൈടെക് പുൽക്കൂടുണ്ട്, ഹൈടെക്കാണ് സാധനം. പക്ഷെ യേശു ജനിച്ചപ്പോൾ കിടത്താൻ സ്ഥലമില്ലാത്തത് കൊണ്ട് യേശു വഴിയരികിലാണ് ജനിച്ചത്. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. ജനിച്ചതിന് ശേഷം കിടത്താൻ സ്ഥലമില്ലാത്തത് കൊണ്ട് വഴിയമ്പലത്തിൽ പാർക്കിംഗ് സ്ഥലത്ത്, ഇന്നത്തെ ഭാഷയിലാണ് പറയുന്നത്, പാർക്കിംഗ് ഏരിയയിൽ എവിടെ ഒരു സ്ഥലം കൊടുത്തു, അവിടെ കൊണ്ട് കിടത്തും. അപ്പൊ ആരോട് ചോദിക്കുന്നു, ജനിക്കാൻ പോലും സ്ഥലമില്ലാത്തവനാണോ നിങ്ങളുടെ രാജാവ്? ചോദിക്കും. ജനിക്കാൻ പോലും സ്ഥലമില്ലാത്തവനെ ആരാ രാജാവെന്ന് വിളിക്കുന്നത്? ഞങ്ങളുടെ രാജാവിനെ നോക്ക്, അവര് കൊട്ടാരത്തില. നിങ്ങളുടെ രാജാവ് വഴിയരികില്ല, കിടത്താൻ സ്ഥലമില്ല. അയാൾ എവിടെ ജനിച്ചെന്നോ എവിടെ കിടത്തിയെന്നോ അല്ല എന്റെ വിഷയം. അദ്ദേഹം ജനിച്ചപ്പോൾ അദ്ദേഹത്തെ കാണാൻ വന്നവരാരാന്നാണ് എന്റെ വിഷയം. ജോസഫിന്റെ അമ്മാവനല്ല വന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നമ്മുടെ ചർച്ചിൽ ഒരു ലേഡി പ്രസവിച്ചാൽ നമ്മൾ ജോൺസൺ ആൻഡ് ജോൺസന്റെ പൗഡറും പിയേഴ്സിന്റെ 2 സോപ്പും ഒരു കുഞ്ഞുടുക്കും, ഇത്രയേ ഉള്ളൂ. നാട്ടുകാരാ ജനിച്ചത് ആരാന്നറിയണമെങ്കിൽ ബൈബിൾ തുറന്ന് വായിക്കുക. അവൻ ജനിക്കുന്നതിന് മുമ്പ് സൗരയുധത്തിനൊരു വെളിച്ചം വെളിപ്പെട്ടു. ഇത് മുത്തശ്ശി കഥയല്ല, ഇത് അമ്മുമ്മ കഥയല്ല. ക്രിസ്ത്യാനിത്വം എന്ന മതത്തിന് അടിത്തറയിടാൻ ക്രിസ്ത്യാനി ഉണ്ടാക്കിയ മുത്തശ്ശി കഥയല്ല അരവിന്ദ് മോഹന്റെ സുവിശേഷം. അവൻ ജനിച്ചത് രാജാവായിട്ടാണ്. അടുത്തയാളുടെ കരവൊന്ന് പിടിച്ചിട്ട് പറയാം, അദ്ദേഹം ജനിച്ചത് രാജാവായിട്ടാണ്. അദ്ദേഹത്തിന്റെ മക്കളാ നമ്മൾ. ഇത് 5 പ്രാവശ്യം നിന്നോട് പറഞ്ഞാൽ നിന്റെ മുഖം, ഈ ഫേസ് മാറുമ്പോ ആരാണ്ടോ പറയുന്നു യോമാര് കോടികൾ ഉണ്ടാക്കുക.
അങ്ങനെ സംശയമുള്ളവർ ഇന്ന് പോകുമ്പോൾ എൻ്റെ വണ്ടി കൂടെ കയറിക്കും. നമുക്ക് മാത്രം കോടികൾ പോരല്ലോ, പകുതി ഇവർക്കും കൊടുക്കാം. എടാ, ഞങ്ങളുടെ മുഖം പ്രകാശിക്കുന്നത് കോടിയല്ല, വെളിപ്പാടറിഞ്ഞിട്ടാണ്. അത് നിനക്ക് മനസ്സിലാകത്തില്ല. നിനക്ക് വെളിപ്പാടില്ല, അതുകൊണ്ട് നിന്റെ മുഖം ഇങ്ങനെ വളരെയിരിക്കുന്നു. ഇത് രാജാവിന്റെ മക്കളുടെ സമ്മേളനമാണ്. ഇത് ജനിച്ചത് രാജാവായി ജനിച്ചവൻ ജനിച്ചപ്പോ തന്നെ ഹെരോദാവിനെ ഭ്രമിപ്പിച്ചു. ഇന്നും നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ ഒരു പാട്ടുണ്ട്, ഞാൻ പാടിയാ തെറ്റിപ്പോവും. ആ പാട്ടിങ്ങനെ: ദൂരെ നിന്നും ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്ത് തേടി. തെറ്റി, കാലിത്തൊഴുത്ത് തേടിയല്ല വന്നത്, രാജാവിനെ തേടിയാണ് വന്നത്. ലിറിക്സേ തെറ്റി. ചിലർ പറയാണ് ഇതൊക്കെ പറയാൻ നിനക്കെന്ത് പാരമ്പര്യമുണ്ടെന്ന്. ഒരു പാരമ്പര്യമില്ല. അതിനായിട്ടെന്നും ഞാൻ ദൈവത്തെ സ്തുതിക്കും. അത് വല്ലതും കയറിയിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയി. ഞാൻ എന്നും നന്ദി പറയും. ദൂരെ നിന്നും, അത് സത്യം, ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ. ലിറിക്സ് തീർന്നില്ല. കടല് കടന്ന് മിണ്ടില്ല. യേശുവിനെ കാണാൻ വന്നത് യെരുശലേമിൽ നിന്നല്ല, പേർഷ്യ, ഏഷ്യ, അറേബ്യ ഭൂഖണ്ഡങ്ങളിൽ നിന്നും. ഈ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഒരാളെ കാണാൻ ഇവർ യാത്ര തിരിച്ചെങ്കിൽ അത് മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പേ തുടങ്ങിയതാണ്. എങ്ങനെ തുടങ്ങി? The light. ആ വെളിച്ചം ഇന്നു രാത്രി കൊടുമണ്ണിന്റെ മേൽ വരികയാണ്. ആ വെളിച്ചം ഇന്നു രാത്രി കൊടുമണ്ണിലെ കുടുംബങ്ങളുടെ മേൽ വരികയാണ്. The light. അപ്പൊ ഇത് ആഴ്ചയിൽ തുടങ്ങിയതല്ല. മര്യാദയ്ക്ക് പാസ്റ്റർമാര് പറഞ്ഞു ഫ്രണ്ടിൽ വന്നിരിക്കാൻ. ഇനി റോഡിന്റെ അപ്പുറത്ത് ചേറിട്ട് കൊടുത്തെങ്കിൽ അവിടെ ഇരുന്നേ. എത്തുമാത്രം സ്ഥലമാണ്. നനയൂ ഓടൂ. സുവിശേഷ യോഗത്തിൽ മാത്രമുള്ള ഒരു പ്രശ്നമാണ്. എത്രത്തോളം പുറകിൽ പോയിരിക്കാമോ അത്രത്തോളം പുറകിൽ. എന്നാൽ ഒരു സർക്കസ് കാണാൻ പോകുമ്പോഴോ മറ്റവൻ എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ പോകുമ്പോൾ നമ്മൾ ചാടി. നമ്മൾ വളരുകയാണോ തളരുകയാണോ എന്നൊക്കെ ചിന്തിക്കും. കണ്ടോ? നീയിപ്പോ എന്തായാലും 2 മിനിറ്റ് തരാം. മക്കളെ ആ ചേറൊക്കെ എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടിടും. അതാണ് വരത്തില്ല. നല്ല മഴയ്ക്ക് ആയുസ്. ഓടി ഓടി ഓടി. നിങ്ങൾ ഇരുന്നാലേ എനിക്ക് തുടങ്ങാൻ പറ്റൂ. അപ്പൊ നമ്മൾ ആരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാണ്ടോ പറയുന്നു തുള്ളാൻ പോയി, ചാടാൻ പോയി, പെന്തിക്കോസി പോയെന്ന്. ഹൃദയം തുറന്നും ചെവി തുറന്നും കേട്ടോ. ഇത് വയറുവേദന മാറാൻ വേണ്ടി ഇറങ്ങിയവരും കൊച്ചിന്റെ കല്യാണം നടത്താൻ ഇറങ്ങിയവരുടെ കൂട്ടമൊന്നുമല്ല. ഇത് സത്യം എന്തെന്ന് മനസ്സിലാക്കി സത്യത്തിന്റെ പാത പിന്തുടർന്ന് ആ സത്യത്തെ വിശ്വസിച്ചവരുടെ കൂട്ടമാണ്. യേശു ജനിക്കുന്നതിന് ദിവസങ്ങൾക്കും കാലങ്ങൾക്കും മുൻപേ ആ രാജാവിനെ തേടി യാത്ര തുടങ്ങിയെന്ന്. ഈ യാത്ര തുടങ്ങിയത് വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നാണ്. നമ്മൾ ഇന്നും വിശ്വസിക്കുന്നത് യേശുവിനെ കാണാൻ 3 പേര് വന്നെന്ന്. പക്ഷെ ബൈബിളിൽ ഒരു സ്ഥലത്തും എഴുതിയിട്ടില്ല 3 പേര് വന്നെന്ന്. ബൈബിളിൽ ഒരു സ്ഥലത്തുമില്ല 3 പേര് വന്നു. പിന്നെ നമ്മൾ എങ്ങനെ ഇത് 3 പേരാക്കിയത്? അത് 3 ഗിഫ്റ്റാണ്. പൊന്നു 3 കുന്തിരിക്കും. അതുകൊണ്ട് 3 പേര്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പലതിനും ഡെഫിനിഷൻ എഴുതി വച്ചേക്കുന്നത്. ഒന്നും അറിയത്തുമില്ല, എന്നാൽ പഠിക്കാൻ ഇരിക്കത്തുമില്ല. 3 ഗിഫ്റ്റ് ഞങ്ങൾ കണ്ടു, അതുകൊണ്ട് യേശുവിനെ കാണാൻ 3 പേര് വന്നു. പക്ഷെ ഞാൻ ബൈബിളിൽ വായിച്ചപ്പോൾ 3 പേരെന്നില്ല, വിദ്വാൻമാരെന്നുണ്ട്, മറ്റ്
മറ്റ് ട്രാൻസ്ലേഷനിൽ ആമേൻ പുരോഹിതന്മാരെന്നുണ്ട്, വേറൊരു ട്രാൻസ്ലേഷനിൽ ജ്ഞാനികളെന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിനെ 3 പേരാക്കി. നിങ്ങളുടെ മകളുടെ കല്യാണം നടന്നു. കല്യാണത്തിന് വൈകുന്നേരം ഗിഫ്റ്റ് എണ്ണി നോക്കി. ഗിഫ്റ്റ് എല്ലാം കൂടെ 150 ഗിഫ്റ്റ്. കല്യാണത്തിന് 150 പേരാണോ വന്നത്? കിട്ടിയത് 150 ഗിഫ്റ്റ്. വന്നത് 850 പേര്. 3 ഗിഫ്റ്റ് കണ്ട് നീ ആളെ അളക്കരുത്. നല്ലൊരു ആമേൻ പറഞ്ഞു. ഈ വന്നത് ഒരു വലിയ സംഘമാണ്. ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ഭൂഖണ്ഡങ്ങളിൽ നിന്നൊരു സൈന്യം ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ഇരച്ചു കയറി. ഹെരോദാവ് നോക്കിയപ്പോൾ അതിനകത്ത് ജ്ഞാനികളുണ്ട്, അതിനകത്ത് റിലീജിയസ് ലീഡേഴ്സ് ഉണ്ട്, അതിനകത്ത് അവൻ വിദ്വാൻമാരുണ്ട്. അതൊരു വലിയ സംഘമാണ്. അവർ ചോദിച്ചൊരു ചോദ്യം, രാജാവായി ജനിച്ചവൻ എവിടെ? ഞങ്ങൾ ഏതോ ഒരു നക്ഷത്രം കണ്ടെന്നല്ല, അവന്റെ നക്ഷത്രം കണ്ടു. ആമേൻ പറഞ്ഞില്ല? അങ്ങനെ തന്നെയാണ് ബൈബിൾ. അവന്റെ നക്ഷത്രം. ഇപ്പൊ ചൊവ്വയും ശനിയും അതും ഇതും കുറെ നക്ഷത്രങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിനകത്തു മറ്റൊരു നക്ഷത്രവും കൂടെ ഉണ്ട്. ആ നക്ഷത്രത്തെക്കുറിച്ച് ഇവർ പറഞ്ഞത് അവന്റെ നക്ഷത്രം. ഞാൻ ഈ രാത്രി ദൂത് പറയാം, ഏതെങ്കിലും വാരഫലങ്ങളാലും നക്ഷത്ര ദോഷങ്ങളാലും നിന്റെ ജീവിതം ഇന്നും അടിമത്തത്തിലാണെങ്കിൽ അതിനെ മുഴുവൻ അഴിക്കാൻ ശക്തിയുള്ള ഒരു നക്ഷത്രം, ഒരു വെളിച്ചം ഇതാ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഉദിക്കുകയാണ്. ഇതിനെ മിസ് ചെയ്യരുത്. അവര് ചോദിച്ചത് ഇതാണ്, ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ടു. ഹെരോദാവ് എല്ലാവരെയും വിളിച്ചിട്ട് ചോദിച്ചു, ഈ രാജാവായി ജനിക്കുമെന്ന് പറയുന്ന ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? എല്ലാവരും ജനിച്ച് രാജാവാകുകയല്ലേ? അപ്പോൾ പ്രവാചകന്മാരുടെ പ്രവചന ചുരുൾ വിടർത്തി നോക്കിയിട്ട് ഹെരോദാവിന്റെ കൊട്ടാരത്തിലുള്ള ആസ്ട്രോളജേഴ്സ് ജ്ഞാനികൾ പറഞ്ഞു കൊടുത്തു, അങ്ങനൊരു പ്രവചനമുണ്ട്, അങ്ങനൊരു പ്രവചനമുണ്ട്, അങ്ങനൊരു പ്രവചനമുണ്ട്. അങ്ങനെ ഒരാൾ ജനിക്കും, അവൻ ബത്ലഹേമിൽ ജനിക്കും. ആര് പറഞ്ഞു? പ്രവാചകന്മാർ പറഞ്ഞു. കേരളത്തോട് പ്രവചിച്ച പ്രവാചകന്മാർ പോയ ഈ മണ്ണിൽ ആ പ്രവചനം മരിച്ചിട്ടില്ല. ഇന്ന് രാത്രി കേരളക്കരയോടുള്ള പ്രവാചകന്മാരുടെ പ്രവചനം കേരളക്കരയിൽ നിറവേറും. അങ്ങനെ ഒരു പ്രവചന ചുരുൾ എഴുതിയിട്ടുണ്ട്. ഹെരോദാവ് പറഞ്ഞു, വന്നവരോട് പറഞ്ഞു, നിങ്ങൾ ബത്ലഹേമിലേക്ക് പോയിക്കോ, ഈ രാജാവായി ജനിച്ചവൻ അവിടെയാണ്. ആരാ ഇത് പറഞ്ഞു കൊടുത്തേ? വന്നവരല്ല. ചരിത്രത്തിന്റെ പ്രവചന ചുരുൾ വിടർത്തിയപ്പോൾ പ്രവചന ചുരുൾ നോക്കിയിട്ട് പറയാണ്, അങ്ങനൊരു പ്രവചനം ഉണ്ട്. ഇന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ട് ആ പ്രവചന ചുരുൾ ഒന്നുകൂടെ നിവർത്തിയിട്ട് തലമുറയെക്കുറിച്ച് എന്തെങ്കിലും ദൂതുണ്ടോ, ശുശ്രൂഷയെക്കുറിച്ച് എന്തെങ്കിലും ദൂതുണ്ടോ, സഭയെക്കുറിച്ച് എന്തെങ്കിലും ദൂതുണ്ടോ, കേരളക്കരയെക്കുറിച്ച് എന്തെങ്കിലും പ്രവചനങ്ങളുണ്ടോ, ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. ആ വെളിച്ചം അവരെ ക്രിസ്തുവിന്റെ അടുത്തെത്തിച്ചു. ബൈബിൾ പറയുന്നു, വന്നത് രാജാവിനെ കാണാനാണ്. ആണോ അല്ലയോ? പഞ്ചായത്ത് മെമ്പറെ കാണാൻ പോകുന്ന ഒരു പോക്കുണ്ട് നമ്മൾ. അത് MLA കാണാൻ പോയാലോ, അത് MP കാണാൻ പോയാലോ, അത് മന്ത്രിയെ കാണാൻ പോയാലോ, ഈ പോക്കെല്ലാം ഡിഫറൻ്റാ. അപ്പൊ രാജാവിനെ കാണാൻ വരുന്നവര് 3 ബേബി സോപ്പും കൊണ്ടല്ല വന്നത്. ചിലരുടെ കണ്ണു തുറക്കട്ടെ കർത്താവേ,
കണ്ണു തുറക്കട്ടെ കർത്താവേ. സുവിശേഷത്തിൻ്റെ മഹത്വം കാണാൻ ജനത്തിൻ്റെ കണ്ണു തുറക്കട്ടെ കർത്താവേ. സുവിശേഷത്തിൻ്റെ ഗ്ലോറി കാണാൻ ജനത്തിൻ്റെ കണ്ണു തുറക്കട്ടെ കർത്താവേ. അവിടെ എഴുതി വെച്ചേക്കുന്ന വചനം പറയാം, അവർ ക്രിസ്തുവിൻ്റെ മുമ്പിൽ തുറന്നത് 3 ബേബി സോപ്പും 2 കുഞ്ഞുടുപ്പുമല്ല, അവരുടെ രാജ്യത്തിൽ നിന്ന് കൊണ്ടുവന്ന അവരുടെ ട്രഷേഴ്സ്. സംശയം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പോയി ഇത് പഠിക്കണം. അവിടെ കൊടുത്തിരിക്കുന്നത് ഗിഫ്റ്റ് എന്നല്ല, ട്രഷർ എന്ന, നിധി തുറന്നെന്ന്. അയ്യോ അങ്ങനൊന്നും പറയല്ലേ, പറയും. അങ്ങനൊന്നും പറയല്ലേ, പറയും. രാജാവായി ജനിച്ചവന്റെ മുമ്പിൽ വന്നവർ തുറന്നത് നിധിയാണ്. വിലയേറിയ ട്രഷർ, വിലയേറിയ ട്രഷർ, വിലയേറിയ ട്രഷർ. ഒന്ന് ഞാൻ പറയാം, പ്രസവിച്ചു കിടത്താൻ സ്ഥലമില്ലായിരിക്കാം, കൊണ്ടു കിടത്താൻ സ്ഥലമില്ലായിരിക്കാം, പക്ഷെ അവൻ ജനിച്ചതോടുകൂടി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഇല്ല വിശ്വസിക്കണം. പ്രസവിച്ചത് വഴി അരികിലായിരിക്കാം അമ്മേ. റോഡരികത്ത് പ്രസവിക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ മനസ്സിലാക്കുക. കിടത്താൻ സ്ഥലമില്ലാതെ വഴിയമ്പലത്തിൽ ആമേൻ ആ പാർക്കിംഗ് സ്ഥലത്ത് മൃഗങ്ങൾക്കിടയിൽ കൊണ്ട് കിടത്തേണ്ടി വരുന്ന ഒരമ്മയുടെ സ്ഥിതി ആലോചിക്ക്. പക്ഷെ അവരോട് നിങ്ങൾ സാക്ഷ്യം ചോദിച്ചാൽ അവർ പറയും, അവൻ ജനിക്കുന്നത് വരെ മാത്രമേ ഞങ്ങൾ കഷ്ടത അനുഭവിച്ചുള്ളൂ, അവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ. This is a glory of the gospel. വിശ്വസിക്കുന്നെങ്കിൽ ഇങ്ങനെ വിശ്വസിക്കണം. കഷ്ടതയുടെ അടിത്തട്ട് കണ്ടവനാണ് ഞാൻ, ദാരിദ്ര്യത്തിന്റെ അടിത്തട്ട് കണ്ടവനാണ് ഞാൻ, അപമാനത്തിന്റെ അടിത്തട്ട് കണ്ടവനാണ് ഞാൻ. പക്ഷെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം, നമുക്ക് പോരാട്ടം ഉണ്ടായിരിക്കാം, പക്ഷെ എന്നും പോരാട്ടമല്ല. ഇത് രക്ഷിക്കപ്പെട്ട അന്ന് തൊട്ട് പോരാട്ടം, അടക്കത്തിന് വേണ്ടി ബോഡി എടുക്കുമ്പോഴും പോരാട്ടം, ഇനി അടക്കി പോയാലോ അടക്കിയത് കൊണ്ട് പോരാട്ടം. പോരാട്ടം പോരാട്ടം പോരാട്ടം. യേശുവിനകത്തുള്ള ജീവിതം അത് പോരാട്ടത്തിന്റെ ജീവിതമല്ല, അത് ജയത്തിന്റെ ജീവിതമാണ്. എന്നും പോരാട്ടമല്ല. നീ പോരാടിയ മണ്ണിൽ നിനക്കൊരു ജയമുണ്ട്. ഇതെത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അപമാനിക്കപ്പെട്ട നാട്ടിൽ നിന്റെ തല ഉയരും. ഇത് പോരാടി പോകേണ്ട അല്ല, പോരാടിയ സ്ഥലത്ത് നീ വാഴാൻ തുടങ്ങും. കാരണം ഇത് ജനിച്ച് രാജാവായാളുടെ കഥയല്ല, ഇത് രാജാവായി ജനിച്ചവന്റെ കഥയാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറ. ഭ്രമിപ്പിച്ചു, യേശുവിന്റെ ജനനം ഭ്രമിപ്പിച്ചു. ഇന്ന് രാത്രിയും ഈ ക്രിസ്തു നിന്നിൽ ജനിക്കാൻ അനുവദിച്ചാൽ ചരിത്രം മാറും. ചരിത്രം മാറുമെന്ന് പറയാൻ എനിക്ക് അബ്രഹാമിന്റെ കഥ വേണ്ട, ചരിത്രം മാറുമെന്ന് പറയാൻ എനിക്ക് ജോസഫിന്റെ കഥ വേണ്ട, ചരിത്രം മാറുമെന്ന് പറയാൻ എനിക്ക് ഇസഹാക്കിന്റെ കഥ വേണ്ട. ഇന്ന് രാത്രി അരവിന്ദ് മോഹനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ഈ ദേശത്തോട് പറയുന്നു, ഈ ക്രിസ്തു നിന്നിലൊരു രാജാവായി ജനിച്ചാൽ നീ എത്ര പാപിയായിക്കൊള്ളട്ടെ, എത്ര ശവമായിക്കൊള്ളട്ടെ, എത്ര തകർന്നവനായിക്കൊള്ളട്ടെ, ഈ ക്രിസ്തു നിന്നിലൊരു രാജാവായി ജനിച്ചാൽ നിന്റെ ചരിത്രത്തെ അത് മാറ്റും. യേശുവിന്റെ ജനനം ഒരത്ഭുതമാണ്. യേശുവിന്റെ മരണം അതിനേക്കാളും അത്ഭുതം. ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് മരിച്ചവരുടെ എല്ലാം കല്ലറയിൽ 2 കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. 1 ജനന സമയം, 2 എല്ലാവരും പോയോ മരണസമയം. എന്നാൽ ഇത് രണ്ടുമില്ലാത്ത ഒരേ ഒരു കല്ലറ യേശുവിൻ്റെതാണ്. ഇല്ല, എനിക്കൊരു സംശയം, ഇതിൽ ആരാണ്ടോ ഇസ്രായേലിൽ പോയി കണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ പോയിട്ടില്ല. അവിടെ ഉണ്ടോ ജനന സമയവും മരണസമയവും ഉണ്ടോ? പോയവരാരുമില്ല. ഇവിടെ വന്ന സകലരുടെയും കല്ലറയിൽ ബർത്ത് ഡേറ്റും ഉണ്ട്, ഡെത്ത് ഡേറ്റും ഉണ്ട്. പക്ഷെ ബർത്ത് ഡേറ്റും ഡെത്ത് ഡേറ്റും
ഇല്ലാത്ത ഒരു കല്ലറയുണ്ട്. ആ കല്ലറ അടഞ്ഞു കിടക്കുകയല്ല, തുറന്നു കിടക്കുകയാണ്. പക്ഷെ ആ കല്ലറയിൽ ബർത്ത് ഡേറ്റ് ഇല്ല, ഡെത്ത് ഡേറ്റ് ഇല്ല. പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഹി ഈസ് നോട്ട് ഹിയർ, ഹി ഹാസ് റിസൺ. ഈ യേശുവിന്റെ ആളാന്ന് പറയാൻ എന്തിനാ അപമാനിതരാകുന്നത്? ഈ യേശുവിനെ ഞാൻ ആരാധിക്കുന്നത് പറയാൻ നീ ആരുടെ മുമ്പിൽ അപമാനിതനാകുന്നേ? ആരാ നിന്നെ കളിയാക്കുന്നേ? ആരാ നിന്നെ കളിയാക്കിയ? അവന്റെ മുഖത്ത് നോക്കി പറ, എടാ ഇത് ബർത്ത് ഡേറ്റും ഡെത്ത് ഡേറ്റും ഇല്ലാത്ത അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ യേശുവിന്റെ മക്കളാണ്. ഇതിൽ ആരാ ലജ്ജിക്കുന്നേ? ആരാ നിന്നെ കളിയാക്കുന്നേ? എടാ കളിയാക്കുന്നെങ്കിൽ അവന്റെ കഥയാണ് കളിയാക്കാനുള്ളത്. നമ്മൾ കരഞ്ഞും തളർന്നും തല കുമ്പിട്ടും നിങ്ങൾ പള്ളിയിൽ പോയോ? ഇല്ല, പള്ളിയുടെ സൈഡിൽ കൂടെ പോയതേ ഉള്ളൂ. നിങ്ങളെ ആ കൺവെൻഷനിൽ കണ്ടല്ലോ, അയ്യോ മഴ വന്നപ്പോൾ അങ്ങോട്ട് കയറി നിന്നതാ. നാണമില്ലേ? എടാ പറയുന്നവനോട് പറയണം, ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? പറയാൻ നൂറുകണക്കിന് കാര്യങ്ങൾ. യേശുവിന്റെ മരണം അതൊരു അത്ഭുതം. യേശു ജനിക്കുന്നതിനു മുമ്പേ പ്രവാചകന്മാർ പ്രവചിച്ചു യേശു ക്രൂശിൽ മരിക്കും. അല്ലാതെ ക്രൂശ് കണ്ടപ്പോഴല്ല എഴുതിയത്. റോമൻ ഗവൺമെന്റ് ഉണ്ടാകുന്നതിനു മുമ്പ് പ്രവാചകൻ എഴുതുകയാണ്, അവൻ ക്രൂശിൽ മരിക്കും, അവൻ ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ക്രൂശിക്കപ്പെടും, പക്ഷെ സമ്പന്നന്മാരുടെ നടുവിൽ അടക്കപ്പെടും. ഒരിക്കലും ഇത് നടക്കത്തില്ല. ക്രൂശിക്കപ്പെട്ടാൽ ഒരാൾക്ക് അടക്കമില്ല. അടക്കമില്ലാത്തൊരൊടുക്കമുണ്ടെങ്കിൽ അതാണ് ക്രൂശ് മരണം. എന്തിനാണ് ക്രൂശ് കൊടുക്കുന്നത്? ക്രൂശ് യഹൂദന്മാരുടെ ശിക്ഷാരീതി അല്ല, ക്രൂശ് റോമാക്കാരുടെ ശിക്ഷാരീതിയാണ്. യഹൂദന്മാരുടെ ശിക്ഷാരീതി കല്ലെറിഞ്ഞു കൊല്ലുക എന്നതാണ്. ഒരിക്കലും യഹൂദന്മാരുടെ ശിക്ഷാരീതിയിൽ ഒരാളെ ക്രൂശിക്കത്തില്ല. ക്രൂശ് യഹൂദന്റെ ശിക്ഷാരീതി അല്ല. കാരണം യഹൂദന് ക്രൂശ് ശാപമാണ്, യഹൂദന് ക്രൂശ് അറപ്പാണ്. ക്രൂശ് റോമാക്കാരുടെ ശിക്ഷാവിധിയാണ്. ഒരു യഹൂദനായ യേശുവിനെ യഹൂദന്മാർ എന്തുകൊണ്ട് ക്രൂശിക്കണമെന്ന് തന്നെ പറഞ്ഞു. എന്തുകൊണ്ട് കല്ലെറിഞ്ഞു കൊല്ലാൻ എന്ന് പറഞ്ഞില്ല? കാലഘട്ടങ്ങൾക്ക് മുൻപ് പ്രവാചകൻ എഴുതി അവൻ ക്രൂശിക്കപ്പെടും. പക്ഷെ അടുത്ത പ്രവചനം, ക്രൂശിക്കപ്പെടും, സമ്പന്നന്മാരുടെ കൂടെ അടക്കപ്പെടും. ഒരാൾ ക്രൂശിക്കപ്പെട്ടാൽ ഒരിക്കലും ക്രൂശിക്കപ്പെട്ടയാളെ തൊടത്തില്ല. ക്രൂശിക്കപ്പെട്ടയാൾക്ക് അടക്കമില്ല. ഈ കൊടുമൺ ടൗണിൽ ഒരു ഭിക്ഷക്കാരൻ മരിച്ചാൽ അയാൾക്കാരുമില്ലെങ്കിലും ഇവിടുത്തെ പഞ്ചായത്ത് എടുത്തടക്കും. പക്ഷെ ഒരാൾ പോലും തൊടാത്ത മരണമാണ് ക്രൂശ്. ഒരാൾ പോലും തൊടാത്ത ക്രൂശ നിന്റെ മാലയുടെ ലോക്കറ്റിൽ കിടക്കുന്നു. ഒരാൾ പോലും തൊടാത്ത ക്രൂശ നിന്റെ പള്ളിയുടെ മേളിയിരിക്കുന്നു. ഒരാൾ പോലും തൊടാത്ത ക്രൂശ നീ ആഴ്ചയിലും ദിവസത്തിലും പല പ്രാവശ്യം വരച്ചോണ്ട് നടക്കും. ഒരാളും തൊടാത്ത, ഒരാളും സ്വപ്നം കാണാൻ അറയ്ക്കുന്ന മരണത്തിന്റെയും ശാപത്തിന്റെയും ചിഹ്നം എങ്ങനെ പള്ളിയുടെ മുകളിൽ കയറി? ആ ക്രൂശിന്റെ മേൽ 2024 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ പുത്രൻ വന്നു. ദൈവത്തിന്റെ പുത്രൻ ശാപത്തിന്റെ ക്രൂശിൽ വന്നപ്പോൾ ക്രൂശിന്റെ ചരിത്രം മാറിയെങ്കിൽ അതേ ദൈവത്തിന്റെ പുത്രൻ നിങ്ങളുടെ ഉള്ളിൽ ജനിച്ചപ്പോൾ, അവനിൽ നിങ്ങൾ ജനിച്ചെങ്കിൽ നമ്മുടെ ചരിത്രം മാറില്ലേ? ഇത് വിശ്വസിക്കുന്നവർ കരമടിച്ചെന്ന് പറഞ്ഞ് എൻ്റെ ചരിത്രവും മാറും, എൻ്റെ അവസ്ഥയും മാറും, എൻ്റെ അനുഭവവും മാറും, എൻ്റെ കുടുംബ പശ്ചാത്തലം മാറും. എൻ്റെ ദൈവം എൻ്റെ പട്ടണത്തിൽ അതിശക്തമായ ഒരു രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരും. അടുത്ത പ്രവചനമാണ്, അവൻ ക്രൂശിൽ മരിക്കും, പക്ഷെ അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും നിങ്ങൾ മിണ്ടില്ല. എന്തൊക്കെ നടന്നാലും ഇത് നടക്കത്തില്ല. കാരണം ഒരാൾ ക്രൂശിൽ മരിച്ചാൽ മരണം ഉറപ്പാക്കുന്നത് കയ്യിലെ പൾസ് നോക്കിയിട്ടല്ല, ചെന്ന് ഹാർട്ടിൽ കൈവച്ചിട്ടല്ല. അക്കോർഡിംഗ് ടു ദ റോമൻ ലോ,
ദൂരെ നിന്ന് ആയുധം കൊണ്ട് കാലിൻ്റെ അസ്ഥി ഒടിച്ചിട്ടാണ്. അതാണ് റോമന്റെ ഭരണഘടന. ഭരണഘടന പറയുന്നു അസ്ഥി ഓടിയും. പ്രവചനം പറയുന്നു ഭരണഘടന തിരുത്തിയാലും തിരുത്തിയില്ലേലും പ്രവചനം തിരുത്താൻ പറ്റില്ല. നിയമം തിരുത്താം, നിയമത്തിൽ നിയമം എഴുതി കയറ്റാം. സഭ ഭയക്കരുത്. സഭ മുന്നോട്ട് പോകുന്നത് നിയമത്തിലല്ല, ദൈവശബ്ദത്തിലാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞു. കുടുംബത്തിനകത്ത് നിനക്ക് പ്രതികൂലമായ നിയമം, ഡോക്ടർമാർ എഴുതി തന്ന നിയമം, സ്കാനിംഗ് റിപ്പോർട്ട് നിനക്കെതിരാണ്. പക്ഷെ ഇന്ന് രാത്രി ഈ കൊടുമൺ കൺവെൻഷനിന്റെ അവസാന രാത്രി ആത്മാവിൽ വിളിച്ചു പറ, ഞാൻ മുന്നേറുന്നത് ദൈവശബ്ദത്തിലാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറിന്റെ സ്കാനിംഗ് റിപ്പോർട്ട് തിരുത്താം. വിശ്വസിക്കുന്നെങ്കിൽ മാത്രം. നിയമം പറയുന്നു അസ്ഥി ഒടിയും, പക്ഷെ പ്രവചനം പറയുന്നു ഒടിയത്തില്ല. യേശു ക്രൂശിൽ മരിച്ചു. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത്. യേശുവിന്റെ മരണം ഉറപ്പാക്കാൻ നിയമിക്കപ്പെട്ട പടയാളികളെത്തി. യേശുവിന്റെ അടുത്ത് കിടന്ന 2 ദുഷ്പ്രവർത്തിക്കാരുടെ അസ്ഥി അവർ ഒടിച്ചു. മരണം ഉറപ്പാക്കി. അപ്പോൾ ആരോ പറയുന്നു, അടുത്ത് കിടന്ന 2 പേരുടെ അസ്ഥി ഒടിഞ്ഞു, എന്നാൽ നടുവി കിടക്കുന്നത് ഓടിയും. അടുത്ത് കിടക്കുന്ന 2 പേരുടേതല്ല, ആ നാട്ടിലെ സകലണത്തിന്റെ അസ്ഥി ഒടിഞ്ഞാലും ദൈവശബ്ദത്തെ നിവർത്തിക്കാൻ ജനിച്ചവനെ നിനക്ക് തൊടാൻ പറ്റില്ല. കാരാമടിക്കുന്നെങ്കിൽ കാരാമടിച്ചവൻ പറ, ഇതും നീ അറിഞ്ഞ നിയമത്തിന്റെ ശക്തിയല്ല, ഇതും നീ കെട്ടി ഉയർത്തിയ നിന്റെ സങ്കല്പങ്ങളല്ല. ദൈവശബ്ദം, പ്രവചന ശബ്ദം, ദൈവശബ്ദം ഒരു അഭിഷക്തന്റെ മേലുണ്ടെങ്കിൽ, ഒരു ദൈവമകളുടെ മേലുണ്ടെങ്കിൽ വിശ്വസിച്ച് ആമേൻ പറഞ്ഞു. ഇരു കൂട്ടരുടെയും അസ്ഥി ഓടി. നിങ്ങളൊന്ന് നോക്കിക്കേ, അടുത്ത് കിടക്കുന്ന 2 പേരുടെ അസ്ഥി ഓടിഞ്ഞു. നടുവിൽ ഒരാൾ കിടക്കുക. ഈ നിൽക്കുന്ന പടയാളിയുടെ കയ്യിൽ നിയമമുണ്ട്, പക്ഷെ നടുവിൽ കിടക്കുന്നയാളുടെ തലയ്ക്ക് മുകളിൽ പ്രവചന ശബ്ദമുണ്ട്. മുമ്പിൽ നിൽക്കുന്ന പടയാളിയുടെ കയ്യിൽ നിയമമുണ്ട്, എന്നാൽ നടുവിൽ കിടക്കുന്ന ക്രിസ്തുവിന്റെ മേൽ ദൈവശബ്ദമുണ്ട്. എത്ര പേര് ഇന്ന് രാത്രി പറയും, ഈ കൺവെൻഷൻ കഴിഞ്ഞ് വീടെത്തുന്നത് വരെ പറയണം, ഇവിടെ നിയമം ഉണ്ടാകട്ടെ, ഇവിടെ പ്രതിസന്ധി ഉണ്ടാകട്ടെ, ഇവിടെ പിശാചുക്കൾ ഉണ്ടാകട്ടെ, ഇവിടെ മന്ത്രവാദികൾ ഉണ്ടാകട്ടെ, പക്ഷെ എൻ്റെ മേൽ വചനമുണ്ട്, എൻ്റെ മേൽ വചനമുണ്ട്, എൻ്റെ അകത്ത് വചനമുണ്ട്, എൻ്റെ അകത്ത് ദൈവശബ്ദമുണ്ട്. നിവർത്തിക്കപ്പെടാൻ പോകുന്നത് നാട്ടുകാരൻ്റെ സ്വപ്നമല്ല, നിവർത്തിക്കപ്പെടാൻ പോകുന്നത് ശത്രുവിൻ്റെ സ്വപ്നമല്ല, നിവർത്തിക്കപ്പെടാൻ പോകുന്നത് വചനത്തിൻ്റെ നിറവേറലാണ്. യേശുവിന്റെ മരണം ഉറപ്പിക്കാൻ പീലാത്തോസ് നിയമിച്ച പടയാളിയുടെ പേര് ബൈബിളിലില്ല. പക്ഷേ ആ ഭാഗത്തെക്കുറിച്ച് വിസ്താരമായി ഞാൻ മനസ്സിലാക്കിയപ്പോൾ, ഞാൻ പഠിച്ച പുസ്തകങ്ങൾക്കകത്ത് അതിനെക്കുറിച്ചൊരു ചാപ്റ്ററുണ്ട്. അതിൽ ആ പടയാളിയുടെ പേരുണ്ട്. ആ പടയാളിയുടെ പേരാണ് ലോങ്കിനസ്. ഇനി ബൈബിളിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കില്ല, വിശ്വസിക്കരുത്. പക്ഷെ പടയാളി ഉണ്ടെന്ന് വിശ്വസിക്കൂ. അത് വിശ്വസിക്കും. അതെന്താ? അത് പുസ്തകത്തിലുണ്ട്. ഓക്കെ, പുസ്തകത്തിൽ പടയാളി ഉണ്ടെങ്കിൽ പടയാളിക്ക് പേരുമുണ്ട്. എൻ്റെ മുമ്പിൽ കുറച്ച് യൗവനക്കാരുണ്ട്, നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ബൈബിൾ നന്നായി പഠിക്കണം. ഞാൻ പ്രസംഗിക്കുന്നതും കേട്ടു പോകരുത്. നിങ്ങൾക്കിന്നിത് പഠിക്കാനുള്ള എല്ലാ അവസരവും. ഞാനൊക്കെ 6 വർഷം ഉപ്പുമാവും ഗ്രീൻ പീസും ഇല്ലേ, ഇപ്പൊ ഓർമ്മ ഒന്നില്ലേ? അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഉറക്കം വരും. ചിലർ വിചാരിക്കുന്നത് നമ്മളൊക്കെ ഇന്നലത്തെ മഴയത്ത് ഓടി വന്നു, യോ വേദി കിട്ടി. നീ 2 വർഷം ബൈബിൾ കോളേജിൽ പഠിക്കണം. പോട്ടെ, 2 മാസം പഠിക്കോ, 6 വർഷം.
എൻ്റെ ചർച്ചിലെ എല്ലാ വിശ്വാസികളും എൻ്റെ അമ്മയോട് പറഞ്ഞു, അവനെ 18 വയസ്സ് കഴിയുമ്പോൾ ആരുടെയെങ്കിലും കാല് പിടിച്ച് ഗൾഫിൽ വിട്. അടയ്ക്കാൻ പോലും വാതിലില്ലാത്ത കുടിലിൽ ആരാധിക്കാൻ വന്ന ശ്രീദേവി, ആരുടെയെങ്കിലും കാല് പിടിച്ച് ഗൾഫിൽ വിട്. പക്ഷെ ഞാൻ ഇന്നും എൻ്റെ അമ്മയെ ബഹുമാനത്തോടെ കാണുന്നത്, അടയ്ക്കാൻ വാതിലില്ലാത്ത ചാക്ക് കീറിക്കെട്ടുമ്പോഴും ഒരു ദൈവശബ്ദം തലമുറയുടെ മേൽ വീണതുകൊണ്ട് അവനെ ദൈവത്തിന് കൊടുത്തു. ഞാൻ ഒന്ന് പറയാം, നിങ്ങളുടെ വീട്ടിൽ ഒരു ഡോക്ടറുണ്ടോ? നിങ്ങൾക്ക് പരിധിയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരു കളക്ടറുണ്ടോ? നിങ്ങൾക്ക് പരിധിയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരു IAS കാരനുണ്ടോ? നിങ്ങൾക്ക് പരിധിയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരു അഭിഷക്തനുണ്ടോ? നിങ്ങൾക്ക് പരിധിയില്ല. ഹല്ലേലൂയ. ഒരു തലമുറയോട് ഞാൻ സംസാരിക്കാം. കാണുന്നതും കേൾക്കുന്നതും കണ്ട് ഇതാണ് ദൈവവേല, ഇങ്ങനെയാണ് പാസ്റ്റർമാർ ചിന്തിക്കരുത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പൊസിഷൻ നീ ദൈവരാജ്യത്തിൻ്റെ അംബാസിഡറായി നിൽക്കുന്നതാണ്. ദൈവരാജ്യത്തിൻ്റെ അംബാസിഡർ പട്ടിണി കിടക്കത്തില്ലെന്ന് പറഞ്ഞാൽ കിടക്കത്തില്ലെന്ന് തന്നെയാണ്. ദൈവരാജ്യത്തിൻ്റെ അംബാസിഡർ അനേകർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കുമെന്ന് തന്നെയാണ്. ദൈവരാജ്യത്തിൻ്റെ അംബാസിഡർ തല താഴ്ത്തത്തില്ലെന്ന് പറഞ്ഞാൽ താഴ്ത്തത്തില്ലെന്ന് തന്നെയാണ്. ഞാൻ പറയുന്നു, ബൈബിൾ നന്നായി പഠിക്കണം. നിങ്ങളുടെ കയ്യിലെ മൊബൈലിൽ നിങ്ങൾക്ക് ഇതെല്ലാം പഠിക്കാനുള്ള അവസരമുണ്ട്. നന്നായി പഠിക്കണം, അതിൻ്റെ കറക്റ്റ് അർത്ഥങ്ങൾ പഠിക്കണം. ലോങ്കിനസ് വരികയാണ്. യേശുവിൻ്റെ അസ്ഥി ഓടിക്കാൻ 2 ദുഷ്പ്രവർത്തിക്കാരുടെ അസ്ഥി ഓടിച്ചു. അടുത്ത ലോങ്കിനസ് യേശുവിൻ്റെ അസ്ഥി ഓടിക്കാൻ പോവുക. അസ്ഥി ഓടിച്ചാണ് മരണം ഉറപ്പാക്കേണ്ടത്. പക്ഷെ ലോങ്കിനസ് എന്തിയെ നടുവി കിടക്കുന്ന ക്രിസ്തുവിൻ്റെ അസ്ഥി ഓടിക്കാത്ത ലോങ്കിനസ് പറയും, ഓടിക്കാൻ തന്നാ വന്നത്. പക്ഷെ അപ്പോൾ മനസ്സിലായി അദ്ദേഹം പ്രാണനെ വിട്ടെന്ന് പറഞ്ഞാലും മരണം ഉറപ്പിക്കണമെങ്കിൽ അസ്ഥി ഒടിയണം. പിന്നെ ലോങ്കിനസ് എന്താ ചെയ്തേ? എന്തുവാന്നറിയത്തില്ല, അസ്ഥി ഒടിക്കാനാ വന്നത്. പക്ഷെ എന്തോന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ അസ്ഥി അല്ല ഒടിച്ചത്, വിലാപ്പുറമാ കുത്തി തുറന്നു. ലോങ്കിനസേ, നീ എന്താണ് ഈ കാണിച്ചത്? റോമൻ ഭരണഘടന അനുസരിച്ച് അസ്ഥിയല്ലേ ഒടിക്കേണ്ടേ, പിന്നെന്തിനാ വിലാപുറം കുത്തി തുറന്നേ? ലോങ്കിനസ് പറയും, എനിക്കറിയാം. പ്രവാചകൻ പ്രവചിച്ചിട്ട് പോയി, അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. അസ്ഥി ഒടിഞ്ഞവനെ നോക്കുമെന്നല്ല, കുത്തിയവങ്കിലേക്ക് നോക്കും. ദൈവശബ്ദമുണ്ടെങ്കിൽ എല്ലാം ദൈവശബ്ദത്തിന് അനുകൂലമായി തിരിയുന്ന ഒരു സമയം വരും. ഈ രാത്രി ഞാൻ ജനത്തോടും ദൈവമക്കളോടും ആത്മാവിൽ പ്രവചിക്കാം. ഒരു ദൈവശബ്ദത്തെയാണ് നിങ്ങൾ മുറുകെ പിടിക്കുന്നതെങ്കിൽ, വചനത്തെയാണ് മുറുകെ പിടിക്കുന്നതെങ്കിൽ, ദൈവിക സത്യത്തെയാണ് മുറുകെ പിടിക്കുന്നതെങ്കിൽ, ഇന്നെതിരായി നിൽക്കുന്ന നിയമങ്ങൾ, ഇന്ന് പ്രതികൂലമായി നിൽക്കുന്ന രോഗങ്ങൾ, ഇന്ന് നിനക്ക് വിരോധമായി നിൽക്കുന്ന വ്യക്തികൾ, നിന്റെ ദൈവശബ്ദത്തിന് അനുകൂലമായി തിരിയുന്ന ഒരു സമയമുണ്ട്. ഇന്ന് രാത്രി വിശ്വസിച്ചിട്ട് പോകണം. കർത്താവിന് ഞാൻ എന്നോട് പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഈ ആഴ്ച കഴിയുമ്പോൾ ചിലരുടെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് തിരുത്തി വാങ്ങും. വലിയ വിശ്വാസമില്ല. ചിലർക്കെഴുതിയ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് അതിത്രയും ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു, എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു ദൈവശബ്ദമുണ്ട്. ആ ദൈവശബ്ദം എന്താണെന്നറിയോ? അവൻ്റെ അടിപ്പിണരുകളാണ് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ ദൈവശബ്ദം എനിക്ക് വിരോധമായ രോഗത്തെ എനിക്ക് അനുകൂലമാക്കി. ഒന്ന് ചലഞ്ച് ചെയ്തു. ഇതിൽ വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചു. റോഡരികത്ത് നിൽക്കുന്നവർ ഈ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഒരു നിമിഷം കണ്ണടച്ചൊന്ന് പറഞ്ഞ്, യേശുവേ, ഈ പറഞ്ഞതിൽ വലിയ കാര്യമുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ ആഴ്ച പോയി ടെസ്റ്റ് ചെയ്യും. എൻ്റെ വാക്കിനാണോ പ്രശ്നം, ഇവരുടെ ഇരിപ്പിനാണോ പ്രശ്നം? ടെസ്റ്റ്. കാരണം ദൈവശബ്ദം
അതൊരിക്കലും മാറിപ്പോകത്തില്ല. ലോങ്കിനെസ് യേശുവിന്റെ വിലാപ്പുറം കുത്തിത്തുറന്നു. യേശു തന്റെ പ്രാണനെ വിട്ടപ്പോൾ അവിടെ അപൂർവമായ കാര്യങ്ങൾ സംഭവിച്ചു. സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ. അതാണ് ബൈബിൾ പറഞ്ഞത്. സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ വേർഡല്ല. സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ട്രെൻഡിങ് വേർഡല്ല. നമ്മൾ ആയുസി കേൾക്കാത്ത വാക്ക് കേട്ടാൽ ഉടനെ പറയും ന്യൂ ജനറേഷനാണ്. എന്നാൽ ആരോ പറയുന്നു ഗ്ലോറി, അതിപ്പോ ന്യൂ ജനറേഷൻ വേർഡാ. എൻ്റെ ബ്രദറെ, ഗ്ലോറി ന്യൂ ജനറേഷൻ വേർഡല്ല, അത് എറ്റേണൽ വേർഡാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴാ കേട്ടത്. സൂപ്പർ നാച്ചുറൽ, പ്രകൃത്യാതീതമായ കാര്യങ്ങൾ. നീ വിശ്വസിക്കുന്നത് യേശുവിനെയാണ്, നിന്റെ അകത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ, നീ ചുമക്കുന്നത് ഈ പുസ്തകമാണെങ്കിൽ, ഇതിനെല്ലാം പറയാൻ ഒരു പേരുണ്ട്, സൂപ്പർ നാച്ചുറൽ. I am carrying a supernatural book. Hallelujah. യേശുവിന്റെ മരണത്തോടുകൂടി സംഭവിച്ചത് അപൂർവ കാര്യങ്ങൾ. യേശുവിന്റെ മരണത്തോടുകൂടി സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ ബൈബിളിലുണ്ട്. എന്നാൽ അതിൽ പ്രസക്തമായ 3 കാര്യം. യേശു തന്റെ പ്രാണനെ വിട്ടപ്പോൾ 3 കാര്യങ്ങൾ അവിടെ തുറക്കപ്പെടുകയാണ്. 1, യേശുവിന്റെ വിലാപ്പുറം കുത്തി തുറന്നു. 2, ആലയത്തിന്റെ തിരശ്ശീല നടുവേ തുറന്നു. 3, വിശുദ്ധന്മാരുടെ കല്ലറ തുറന്നു. ഈ 3 കാര്യവും ഇനി ബൈബിൾ എടുത്ത് വാക്യപ്രതിവാക്യമാക്കി വായിക്കാൻ സമയമില്ല. ഇത് 3 കാര്യങ്ങൾ സംഭവിച്ചത് സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറയും. ഈ വിവാഹത്തിന് പറയുമല്ലോ, ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തതുപോലെ മേലാലും ഇരിക്കുക. ഇപ്പൊ എല്ലാവരും കൈയുയർത്തി പറഞ്ഞു ഇത് 3 സത്യമാണെന്ന്. ഇനി പോയി പറയരുത് അത് കള്ളമാണ്. 3 കാര്യമല്ല, ഒരുപാട് കാര്യം സംഭവിച്ചു. ദേശത്തിരുട്ടുണ്ടായി, പാറകൾ കുലുങ്ങി. 3 കാര്യം ഞാൻ പറയാം. യേശു ജീവനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ 1, ലോങ്കിനെസ് എന്ന പടയാളി യേശുവിന്റെ വിലാപ്പുറം കുത്തി തുറന്നു. തുറക്കപ്പെട്ട വിലാപ്പുറം. ചേർന്നൊരാമേൻ പറഞ്ഞു. 2, ആലയത്തിന്റെ തിരശ്ശീല നടുവേ തുറന്നു. തുറക്കപ്പെട്ട തിരശ്ശീല. 3, മരിച്ച വിശുദ്ധന്മാരുടെ, നോട്ട് ദ പോയിന്റ്, എല്ലാ കല്ലറയും തുറന്നില്ല. എന്തായാലും 2 കല്ലറ തുറന്നു, അപ്പുറത്ത് കിടക്കുന്ന 5 കൂടെ തുറന്നില്ല. അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് വിശുദ്ധന്മാരുടെ. അപ്പൊ ഇനി ഭൂമി കാണാൻ പോകുന്ന, ഭൂമി ഞടുങ്ങാൻ പോകുന്ന ഒരു കാര്യം പറയാം. ചില കല്ലറകൾ തുറന്നു. 980 ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ പ്രസംഗിക്കാൻ അനുവദിക്കില്ലേ? അതുപോലെ ആരാധിക്കുക. പാസ്റ്റർ, ഞങ്ങൾ ഏറ്റവും നല്ല കല്ലറ സ്വപ്നം കണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ കല്ലറ തുറക്കുന്ന കാര്യം പറയാം. ഞങ്ങൾ ചർച്ചിൽ വരുമ്പോഴേ ചോദിക്കുന്നത് ചർച്ചിന് അതെ. ഞാനാണെങ്കിൽ മഹത്വം പറഞ്ഞിരിക്കുന്ന എൻ്റെ അടുത്ത് പുതിയ വിശ്വാസി വന്നിട്ട് പാസ്റ്റർ ഒരു കാര്യം ചോദിച്ചോട്ടെ, പറഞ്ഞു സെമിത്തേരി ഉണ്ടോ? മേലെ എൻ്റെ ചർച്ച വരും. എൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് അടക്കമല്ല, പുനരുദ്ധാനമാണ്. പലരും നല്ല അടക്കത്തിന് വേണ്ടി ഇരിക്കാന്ന് എനിക്കറിയാം. ഞാൻ നല്ല അടക്കത്തിന് വേണ്ടി ഇരിക്കുകയല്ല, ഞാൻ നല്ലൊരു ഉയർപ്പിന് വേണ്ടി ഇരിക്കുക. ഇപ്പൊ വലിയ സ്തോത്രമൊന്നും ഇല്ല. യേശുവിന്റെ തുറന്ന വിലാപ്പുറം. കൊടുമണ്ണിനോട് എന്തോ ഒന്ന് പറയാനോ? യേശുവിന്റെ മരണത്തോടെ സംഭവിച്ച തുറന്ന തിരശ്ശീല. കൊടുമണ്ണിന് എന്തോ പറയാനുണ്ട്. വിശുദ്ധന്മാരുടെ തുറന്ന കല്ലറ. കൊടുമണ്ണിന് എന്തോ പറയാനുണ്ട്. ഇത് 3 പറഞ്ഞു വരുമ്പോൾ കൺവെൻഷൻ ഇനിയും ഒരു 3 ദിവസം. അതിന് അനുവാദം ഇല്ലാത്തതുകൊണ്ട് ഇത് 3 സെന്റൻസിൽ അങ്ങ് പറയാൻ പോവാ. ലോങ്കിനെസ് യേശുവിന്റെ വിലാപ്പുറം കുത്തി തുറന്നു. സത്യമാണോ? ആ മുറിവിൽ നിന്നും വെള്ളവും രക്തവും ഒഴുകി. സത്യമാണോ? അതേന്ന് പറയാൻ 3 അമ്മച്ചിമാരെങ്കിലും ഉണ്ടല്ലോ. സ്തോത്രം. തുറക്കപ്പെട്ട വിലാപ്പുറത്തു നിന്നും വെള്ളവും രക്തവും ഒഴുകി. എൻ്റെ ശരീരവും മുറിഞ്ഞിട്ടുണ്ട്,
ഇന്ന് വരെ എൻ്റെ മുറിവിൽ നിന്ന് വെള്ളവും രക്തവും ഒഴുകിയിട്ടില്ല. രക്തം മാത്രമേ ഒഴുകിയിട്ടുള്ളൂ. നിങ്ങളുടേതോ? ഇല്ല പാസ്റ്ററെ, കാല് മുറിഞ്ഞപ്പം 2 കുപ്പി വെള്ളം, പിന്നെ 3 ബോട്ടിൽ രക്തം, ഇതാണിങ്ങനെ ഒഴുകിപ്പോയത്. ഇല്ല, നമ്മുടെ ശരീരം മുറിവേൽക്കുമ്പോൾ ബ്ലഡാണ് ഒഴുകുന്നത്. യേശുവിൻ്റെ വിലാപ്പുറം കുത്തി തുറന്നപ്പോൾ അവിടെ നിന്ന് വെള്ളവും രക്തവും സ്പ്രെഡ് ചെയ്തു. നമ്മൾ മലയാളത്തിൽ വായിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഇങ്ങനെ ഒഴുകി വന്നെന്നല്ല. ലോങ്കിനസ് തൻ്റെ ആയുധം കൊണ്ട് കുത്തിയപ്പോൾ അടുത്ത് നിന്നവരുടെ ദേഹത്ത് തെറിക്കത്തക്കവണ്ണം വെള്ളവും രക്തവും സ്പ്രെഡ് ചെയ്തു. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യം മലയാളി വിശ്വസിക്കത്തില്ല, എന്നാലും കേട്ടോ, ബൈബിളിലില്ല, പക്ഷെ ബൈബിളിലുണ്ട്. ഇതൊക്കെ സംഭവിച്ചത് കണ്ടിട്ട് അതുവരെ ശത്രുവശത്ത് നിന്ന ഒരാൾ യേശുവിൻ്റെ പക്ഷത്ത് കയറി എന്ന് പറഞ്ഞു, ഇവൻ സാക്ഷാൽ. അതുവരെ അടിക്കാൻ നിന്നവൻ, അതുവരെ കാർക്കിച്ചു തുപ്പിയവൻ, അതുവരെ നിന്ദിച്ചവൻ, അതുവരെ മുഖത്തടിച്ചവൻ, ഇതൊക്കെ കണ്ടപ്പോ യേശുവിന്റെ കൂടെ കയറുന്നെന്ന് പറഞ്ഞു. അവൻ യഹൂദനല്ല, അവൻ സാക്ഷാൽ. ഉറക്കെ പറയ, ദൈവത്തിന്റെ പുത്രൻ. അപ്പൊ എന്തൊക്കെയോ സംഭവിച്ചില്ലേ? ബൈബിൾ പറയാത്തൊരു കാര്യം പറഞ്ഞുതരാം. ഈ ലോങ്കിനസ് യേശുവിന്റെ വിലാപ്പുറം കുത്തി തുറന്നു. ഈ വിലാപ്പുറത്തുനിന്ന് സ്പ്രെഡ് ചെയ്ത ബ്ലഡ് ലോങ്കിനസിന്റെ മേൽ വന്നു. ശരീരത്തിലൊരു മാരക രോഗം കൊണ്ടു നടന്ന ലോങ്കിനസ്, ആ രക്തം വീണ സെക്കൻഡിൽ ലോങ്കിനസിന്റെ മേൽ സൗഖ്യം തുറന്നു. ലോങ്കിനസ് യേശുവിൻ്റെതായി മാറിയെന്നും ചരിത്രം സാക്ഷിക്കുമ്പോൾ ആ രക്തത്തിൽ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ശത്രുപക്ഷത്ത് നിന്നവന്റെ ശരീരത്തിൽ അവൻ ആയുധം കൊണ്ട് കുത്തിപ്പൊളിച്ചപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ രക്തം വിശ്വാസമില്ലാത്തവന്റെ ശരീരത്തിൽ വീണപ്പോൾ രോഗം എടുത്തു കളഞ്ഞെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ച് യേശുവിൽ ജീവിച്ച് ആ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ദൈവജനമേ, അതിന്നു രാത്രി നമ്മെ സൗഖ്യമാക്കത്തില്ലേ? ലോങ്കിനസ് കുത്തി തുറന്ന മുറിവിൽ നിന്ന് വെള്ളവും രക്തവും ഒഴുകി. ആ വെള്ളവും രക്തത്തിനും ഒരു സുവിശേഷം നമ്മളോട് പറയാനുണ്ട്. അതൊരു വലിയ സുവിശേഷമാണ്. ഒരു ശരീരത്തിൽ നിന്ന് വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകുന്ന ഒരു പ്രോസസ്സുണ്ട്. മെഡിക്കലിൽ അങ്ങനെ ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് നമ്മളെക്കാൾ കൂടുതൽ സഹോദരിമാർക്കറിയാം, പ്രസവിച്ചിട്ടുള്ള സഹോദരിമാർക്കറിയാം. വെള്ളവും രക്തവും ഒരുമിച്ചൊരു ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സമയമുണ്ട്. നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ, ഒരു കുഞ്ഞു പുറത്തു വരുമ്പോൾ ആ കുഞ്ഞിനോടൊപ്പം പുറത്തു വരുന്ന 2 കാര്യങ്ങളാണ് വെള്ളവും രക്തവും. എങ്കിൽ ആ മെഡിക്കൽ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഞാനൊരു സുവിശേഷം പറയാം. യേശുവിൻ്റെ വിലാപ്പുറം ലോങ്കിനസ് കുത്തി തുറന്നപ്പോൾ അവിടെ നിന്ന് വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകിയെങ്കിൽ ആ സുവിശേഷം ഇന്ന് രാത്രി കൊടുമണിനോട് പറയുന്നു, ഇത് യേശുവിൻ്റെ മരണം മാത്രമല്ല, ഇത് സഭയുടെ ജനനം കൂടെയാണ്. യേശു ക്രൂശിൽ മരിക്കുക മാത്രമല്ല, ആ മരണത്തിൽ അരവിന്ദ് മോഹൻ ജനിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നവർക്ക് യേശുവിന്റെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഒരു ദൈവശക്തിയായി മാറുന്നത്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എനിക്കൊരു ദൈവശക്തിയായി മാറിയത് അവൻ ക്രൂശിൽ മരിക്കുക മാത്രമല്ല, അവൻ ക്രൂശിൽ എന്നെ ജനിപ്പിച്ചു. ഇതൊരു മരണം മാത്രമല്ല, ഇതൊരു ജനനവും കൂടെയാണ്. സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ യേശു ക്രൂശിൽ മരിച്ചു, യേശു ക്രൂശിൽ മരിച്ചു.
മൂന്നാം നാൾ ഉയർത്തും. എന്നാൽ സഭയ്ക്ക് വേണ്ടി എഴുതിയ ലേഖനം നിങ്ങൾ പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഴുതി വച്ചു, യേശു ക്രൂശിൽ മരിച്ചു എന്ന് മാത്രമല്ല, ആ യേശുവിനോടുകൂടെ ഞാനും മരിച്ചു. എൻ്റെ ജീവിതം എവിടെയാ മാറി മറിഞ്ഞതെന്നറിയോ ബ്രദർ? 2024 വർഷങ്ങൾക്ക് മുൻപ് ക്രൂശിൽ മേൽ യേശുവിനെ മാത്രം കണ്ടപ്പോഴല്ല, ആ ക്രൂശിൽ യേശുവിൻ്റെ കൂടെ ഞാൻ എന്നെ കാണാൻ പഠിച്ചു. എപ്പോഴാ നിന്റെ ജീവിതം രൂപാന്തരപ്പെടുന്നതെന്നറിയാമോ? യേശു ക്രൂശിൽ മരിച്ചു എന്ന് പറയുമ്പോൾ മാത്രമല്ല, യേശു ക്രൂശിൽ എന്തിനു മരിച്ചു? ഇന്നും ക്രിസ്ത്യാനിക്ക് ക്രൂശിലെ യേശുവിനെ മാത്രമേ അറിയാവൂ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ എന്നെ അവനിൽ കാണുകയാണ്. യേശു ക്രൂശിൽ മരിച്ചു എന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുമ്പോൾ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു, എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ മരിച്ചു. എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ അടക്കപ്പെട്ടു. എൻ്റെ പുതിയ മനുഷ്യൻ അവനോടുകൂടെ ജനിച്ചു. യേശുവിൻ്റെ മരണം ഒരു ജനനമായിരുന്നു. ഈ ജനനത്തിന് ഞങ്ങൾ വിളിക്കുന്ന പേരാണ് സ്നാനം. ഒരു മനുഷ്യനെ മതം മാറ്റുന്നതല്ല സ്നാനം. ഒരു മനുഷ്യന്റെ ജാതി മാറ്റുന്നതല്ല സ്നാനം. യേശു ക്രിസ്തുവിനോടുകൂടെ ഞാൻ മരിച്ച് അടക്കപ്പെട്ട് എൻ്റെ പുതു മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എന്ന് പരസ്യമായി ഈ മണ്ണിൽ ഞാൻ യേശുവിൻ്റെതാണ്, ഞാൻ യേശുവിലാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ശുശ്രൂഷയാണ് സ്നാനം. ഇതൊരു മരണം മാത്രമല്ല, ഇതൊരു ജനനമാണ്. ഇന്ന് രാത്രി യേശുവിൻ്റെ മരണം എൻ്റെ ജനനമാണ്. ഇതിനകത്തിരിക്കുന്ന യൗവനക്കാരോട് ഞാൻ സംസാരിക്കുന്നു. യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് മാത്രമല്ല പൗലോസിൻ്റെ സുവിശേഷം, അവനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടു. ആ യേശുവിൻ്റെ മുറിവിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുന്നു. ഇതെൻ്റെയും നിങ്ങളുടെയും ഒരു ജനനമാണ്, ഒരു വീണ്ടും ജനനമാണ്, ഒരു പുതുജനനമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ശ്രീദേവിയുടെയും മോഹനന്റെയും മകനായി ഞാൻ ജനിച്ചപ്പോൾ ലോകം എന്നെ വിളിച്ചത് ശാപത്തിന്റെ പുത്രൻ എന്നാണ്. അങ്ങനെയുള്ള അരവിന്ദ് മോഹന്റെ മേൽ ഒരിക്കൽ കൂടെ ഒരു ജനനം നടന്നു. ആ ജനനം ശ്രീദേവിയുടെയും മോഹനന്റെയും മകനായിട്ടല്ല, യേശു ക്രിസ്തുവിൽ. ആ ജനനം എന്നെ മഹത്വത്തിന്റെ പുത്രനാക്കി മാറ്റി. ഇന്ന് രാത്രി സ്നാനം നിന്നെ വീണ്ടും ജനിപ്പിക്കും. ഈ രാത്രി ഈ ശുശ്രൂഷ അനുഭവിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ രാത്രി യൗവനക്കാരോട് പറയുന്നു, ഒന്നിൻ്റെയും പേരിൽ നിങ്ങളിത് മാറ്റിവെക്കരുത്. ഇത് ജീവന്റെ പുതുക്കത്തിൽ നമ്മെ നടത്താൻ പ്രാപ്തി തരുന്ന ഈ ഭൂമിയിലെ ഏറ്റവും മഹത്തായ ശുശ്രൂഷയാണ് സ്നാന ശുശ്രൂഷ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചു. സമയപരിധി കൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് മൂന്നാമത്തെ ഒരു കാര്യം പറയാം. യേശുവിൻ്റെ മരണത്തോടുകൂടി വിശുദ്ധന്മാരുടെ കല്ലറ തുറന്നു. ലോകത്തിൽ മരിച്ചവരെല്ലാം മരിച്ചു എന്നതിൻ്റെ അടയാളം അടയപ്പെട്ട കല്ലറയാണെങ്കിൽ, യേശു പാപികൾക്ക് വേണ്ടി മരിച്ചു എന്നതിൻ്റെ അടയാളം യേശു മരിച്ചപ്പോൾ അടയപ്പെട്ട കല്ലറയല്ല, അദ്ദേഹം മരിച്ചപ്പോൾ വിശുദ്ധന്മാരുടെ തുറന്ന കല്ലറയാണ്. ഇങ്ങനൊരു അടയാളം ഈ ഭൂമിയിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഇത് മരണം സ്വപ്നം കണ്ടിരിക്കുന്ന കൂട്ടമല്ല. എന്നു മരിക്കുമെന്ന് സ്വപ്നം കാണുന്നവരുടെ കൂട്ടമല്ല ഇത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു മർമ്മം പറയാം.
നമ്മളെല്ലാവരും മരിക്കില്ല, നമ്മൾ രൂപാന്തരപ്പെടും. ഇല്ല പാസ്റ്ററെ, ഷുഗർ, BP, കൊളസ്ട്രോൾ എല്ലാം മുകളിലാ പാസ്റ്റർ. ഷുഗർ മുകളിലാണെങ്കിലും കൊളസ്ട്രോൾ മുകളിലാണെങ്കിലും BP മുകളിലാണെങ്കിലും ദൈവശബ്ദം വീണ്ടെടുക്കപ്പെട്ട ജനം മരിക്കാനിരിക്കുകയല്ല, ഉയർക്കാനിരിക്കുകയാണ്. നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് മരണമല്ല, പുനരുത്ഥാനമാണ്. ഒരിക്കൽ ഈജിപ്തിന്റെ മന്ത്രിയായ ജോസഫ് തൻ്റെ ജനത്തോട് പറഞ്ഞു, എൻ്റെ നിര്യാണ കാലം അടുത്തു, ഞാൻ മരിക്കും, പക്ഷെ നിങ്ങൾ പുറപ്പെടും. ഒരു മരണം നടക്കും, പക്ഷെ ഒരു പുറപ്പാട് നടക്കും. ഓരോ മരണം നടക്കുമ്പോഴും അടുത്ത തലമുറ വിളിച്ചു പറയുന്നത് ഞങ്ങൾ മരിക്കുമെന്നല്ല, ഞങ്ങൾ പുറപ്പെടുമെന്നാണ്. ആ മനുഷ്യൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, എന്നെ ഇവിടെ അടക്കരുത്. മക്കളെ, ലോക ചരിത്രത്തിൽ ഏറ്റവും നല്ല അടക്കം കിട്ടുന്ന രാജ്യമാണ് ഈജിപ്റ്റ്. അടക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ അടക്കപ്പെടണം. അവിടെ അടക്കിയ രാജാക്കന്മാർ ഇപ്പോഴും ചുക്കിച്ചുളിഞ്ഞ് പിരമിഡിനകത്തിരിപ്പുണ്ട്. ഇപ്പൊ നിങ്ങൾ പിരമിഡ് പൊളിച്ചാലും ചുക്കിച്ചുളിഞ്ഞ് ബോഡി ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചേ, വർഷം കഴിഞ്ഞാലും അഴുകാത്ത ബോഡിയുമായി ചുക്കിച്ചുളിഞ്ഞ് ഭൂമിയിൽ തന്നെ ഇരിക്കാം. എന്തോ ഒരു അടക്കമാ. ഈ അടക്കമാണ് മോശ വേണ്ടെന്ന് വെച്ചത്. ഈ അടക്കം വേണ്ടെന്ന് വെച്ചതുകൊണ്ട് മരുഭ മലയിൽ മോശ ചുക്കിച്ചുളിഞ്ഞ് വന്നെന്നല്ല, മോശ മഹത്വത്തോടെ വന്നെന്നാണ്. ചിലത് വേണ്ടാന്ന് വയ്ക്കുമ്പോ, ചിലത് മനഃപൂർവ്വം ത്യജിക്കുമ്പോ, ഒന്നോർത്തോ, നീ ഒന്ന് ത്യജിക്കുമ്പോ മഹത്വം നിന്റെ മേൽ വരികയാണ്. ജോസഫ് പറഞ്ഞു, എന്നെ ഇവിടെ അടക്കരുത്, നിങ്ങൾ പുറപ്പെടും. നിങ്ങൾ പുറപ്പെടുമ്പോൾ എൻ്റെ അസ്ഥി കൂടെ എടുക്കണം. നിങ്ങൾ എന്നെ വാഗ്ദത്ത ദേശത്തടക്കണം. ഒന്നുകൂടെ പറയാം, നിങ്ങൾ എന്നെ കൊണ്ട് വാഗ്ദത്തത്തിൽ അടക്കണം. ഒന്നുകൂടെ പറയാം, നിങ്ങൾ എന്നെ കൊണ്ട് പ്രവാചകന്മാർ പ്രവചിച്ചിരിക്കുന്ന പ്രവചനത്തിൽ അടക്കണം. അതെന്തുവാ പ്രവചനം? ദൈവത്തിന്റെ പുത്രൻ, വാഗ്ദത്ത പുത്രൻ വാഗ്ദത്ത നാട്ടിൽ വരും. ആ വാഗ്ദത്ത സന്തതി മരിക്കും, ആ വാഗ്ദത്ത സന്തതി ഉയർക്കും. മശിഹ വാഗ്ദത്ത ദേശത്തെ സന്ദർശിക്കും. അതാണ് പ്രവചനം. എന്നെ അതിൽ കൊണ്ടിടണം. മനസ്സിലായവരുടെ ഹല്ലേലൂയ പറഞ്ഞു. ഈ രാത്രി എടുത്തോ, നിന്റെ വിഷയങ്ങൾ എടുക്ക്, എന്നിട്ട് വാഗ്ദത്തത്തിൽ കൊണ്ടിട്. നിന്റെ വിഷയങ്ങൾ എടുക്ക്, വചനത്തിൽ കൊണ്ടിട്. നിന്റെ വിഷയങ്ങൾ എടുക്ക്, ദൈവശബ്ദത്തിൽ കൊണ്ടിട്. എന്നിട്ട് പറയണം, ഇന്നല്ലെങ്കിൽ നാളെ ഈ ദൈവശബ്ദത്തിൽ ഞാനായിരിക്കുന്നത് കൊണ്ട് ഉയർക്കും. ഇസ്രായേൽ പുറപ്പെട്ടു, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു, മരുഭൂമിയിലൂടെ നടക്കുകയാണ്. ആരാധനയ്ക്ക് തയ്യാറായിക്കോ. ദൈവദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചെറുപ്പക്കാരോടാണ്, പാസ്റ്റർ എന്നെ ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പിറകിൽ വലിഞ്ഞു നിൽക്കരുത്. ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ വന്ന് കൂടരുത്. ഈ ശുശ്രൂഷ നടക്കുമ്പോഴാണ് പ്രാർത്ഥന. ചിലർക്ക് മുമ്പിലോട്ട് വരിക എന്ന് പറയുന്നത് ഇപ്പം അങ്ങനെയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ കൺവെൻഷൻ്റെ അവസാന നിമിഷം പാസ്റ്റർമാർ, പ്രസംഗകൻ കഷ്ടപ്പെടുന്നത് അവിടെ ഇരിക്കുന്ന ആൾക്കാരെ ഫ്രണ്ടിൽ കൊണ്ട് പ്രാർത്ഥിക്കാനാണ്. ചിലരുടെ ചിന്ത മുമ്പിലോട്ട് വരുന്നവർ പാപികളും അവിടെ ഇരിക്കുന്നവർ വിശുദ്ധന്മാരും എന്നാണ്. അല്ല, ആർക്കെങ്കിലും മുമ്പിൽ വരാൻ ധൈര്യമുണ്ടെങ്കിൽ വരണം. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങളെ ക്ഷണിച്ച് സിംഹാസനം ഒരുക്കി ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു കാര്യവും എനിക്കില്ല. ഇനി മുമ്പിൽ വരുന്നവർ പാപികളല്ല. പിന്നെ ഈ 2 മണിക്കൂർ ഞാൻ തൊണ്ടപൊട്ടി പറഞ്ഞ സുവിശേഷം അവർ വിശ്വസിച്ചു.
അതുകൊണ്ട് അവർ മുമ്പിൽ വന്നു. അപ്പോൾ റെഡി ആയിക്കും. ഇപ്പൊ നമ്മൾ ആരാധിക്കും. ഈ വാക്ക് ശ്രദ്ധിച്ചു കേട്ടോ. മരുഭൂമിയിലൂടെ ഒരു സൈന്യം നടക്കുകയാണ്. ഈ സൈന്യം, ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരു അത്ഭുതമാണ്. ഒന്ന്, മഹത്വം ഇറങ്ങി നിൽക്കുന്ന സ്ഥലത്ത് ദൈവം വച്ചേക്കുന്ന മഹത്വത്തിന്റെ പെട്ടകം, അത് ചുമക്കുന്ന പുരോഹിതന്മാർ. രണ്ട്, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായി ജോസഫിന്റെ അസ്ഥികൾ ഇട്ടു വച്ചിരിക്കുന്ന പെട്ടകം, അത് ചുമക്കുന്ന ചില രണ്ട് ബോക്സ് ഈ മരുഭൂമിയിലൂടെ ചുമക്കുന്നു. ഒന്ന്, മഹത്വത്തിന്റെ പെട്ടി. രണ്ട്, ജോസഫിന്റെ അസ്ഥികൾ സൂക്ഷിച്ചിരിക്കുന്ന പെട്ടി. നിങ്ങൾ ആത്മാവിൽ നോക്കിയാൽ ഒരു സൈഡിൽ മഹത്വവും ഒരു സൈഡിൽ മരണവും ഒരുമിച്ച് നടക്കുകയാണ്. നിങ്ങൾ ചോദിക്കേ, ഈ രണ്ട് ബോക്സിന് എന്തെങ്കിലും പറയാനുണ്ടോ? എങ്കിൽ ആ മഹത്വത്തിന്റെ പെട്ടകം നിങ്ങളോട് പറയും, ഒരു ദിവസം ഈ മഹത്വം ഈ മരണത്തെ പിടിച്ചടക്കും. ഇന്ന് രാത്രി സഭയുടെ അവസാനത്തെ വാക്ക്, വീണ്ടും ജനിച്ചവരുടെ അവസാനത്തെ വാക്ക് മരണമല്ല, മഹത്വമാണ്. The climax word of the church is not a death, is a glory. യേശുവിന്റെ അവസാനത്തെ വാക്ക് ഞാൻ മരിക്കുമെന്നല്ല, ഞാൻ മഹത്വീകരിക്കപ്പെടുമെന്നാണ്. എന്താണ് നമ്മുടെ അവസാനത്തെ വാക്ക്? ഈ കൊടുമണ്ണിൽ ഇറങ്ങി നിന്ന് ഈ ഇരിക്കുന്ന വീട്ടുകാരോട് മുഴുവൻ ചോദിക്കും. അവർ പറയും, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ വാക്ക് മരണമാണ്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട് ചോദിക്കുക, അവർ പറയും, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ വാക്ക് മഹത്വമാണ്. കരമടിച്ചു കർത്താവിനെ സ്തുതിച്ചോ. ഈ മരണവും ഈ മഹത്വവും ഒരുമിച്ച് ചലിക്കുകയാണ്. ആമേൻ. ഇസ്രായേൽ ജോസഫിന്റെ അസ്ഥികൾ വാഗ്ദത്ത നാട്ടിൽ കൊണ്ടടക്കി. ചരിത്രം പറയുന്നു, യേശു തന്റെ പ്രാണനെ വിട്ടപ്പോൾ വിശുദ്ധന്മാരുടെ കല്ലറ തുറന്നതിന്റെ കൂട്ടത്തിൽ ജോസഫിന്റെ കല്ലറയും തുറന്നു എന്നാണ് ചരിത്രകാരന്മാർ എഴുതി വച്ചേക്കുന്നതെങ്കിൽ, ഇന്നു രാത്രി സഭയോട് ഞാൻ പറയട്ടെ, നമ്മളെല്ലാവരും നിദ്ര കൊള്ളുകയില്ല. കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്ന നാം മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടും. തുറന്ന വിശുദ്ധന്മാരുടെ കല്ലറ നിങ്ങളോട് പറയുന്നു, വീണ്ടെടുക്കപ്പെട്ടവന്റെ അവസാനത്തെ വാക്ക് മരണമല്ല, മഹത്വമാണ്. ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാമോ? മൂന്ന് കാര്യങ്ങൾ യേശു തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവിടെ തുറക്കപ്പെട്ടു. ഒന്നവന്റെ വിലാപം, അത് വിളിച്ചു പറയുന്നു, നിന്റെ ജനനമാണ് ക്രൂശിൽ സംഭവിച്ചത്. യേശുവിന്റെ മരണം മാത്രമല്ല, അതെന്റെ ജനനമാണ്. രണ്ട്, ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റി നിർത്തിയ തിരശീല നടുവേ പിളരുകയാണ്. ദൈവവും മനുഷ്യനും ഒന്നായി മാറിയ ബന്ധം തുറന്ന ആ വലിയ ശുശ്രൂഷ. മൂന്ന്, മരണത്തെ റദ്ദാക്കി ആദാം എന്ന ഏക മനുഷ്യൻ മുഖാന്തരം സകലരിലേക്കും പരന്ന മരണത്തെ ഒടുക്കത്തെ ആദാമായ ക്രിസ്തു മുഖാന്തരം വിശുദ്ധന്മാരിൽ നിന്ന് അതിനെ എടുത്തുമാറ്റി മരണത്തിന്റെ അധികാരത്തെ തകർത്ത് വിശുദ്ധന്മാർ ഉയർത്ത് യേശുവിന്റെ പുനരുത്ഥാനത്തോടുകൂടി അവർ ഈ ഭൂമി വിട്ട് ഇന്ന് രാത്രി ഈ മഹത്വത്തിന്റെ ശുശ്രൂഷ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദൈവശബ്ദത്തിൽ വിശ്വസിക്കുന്നു. എൻ്റെ മേലൊരു പ്രവചന ശബ്ദമാണ്, അത് നിറവേറാൻ പോവുകയാണ്. ഈ രാത്രി ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ജനിക്കണം. ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ ജനനമാണ്.
എൻ്റെ പുതുജനനമാണ്. എവിടെയൊക്കെയോ ആ പഴയ മനുഷ്യനിലേക്ക് മാറിപ്പോയ എൻ്റെ ലൈഫ് ഈ കൺവെൻഷന്റെ അവസാന രാത്രി ഒരു ജനനം സംഭവിക്കുകയാണ്. എൻ്റെ പ്രവചനം നിറവേറും. എൻ്റെ മേലുള്ള ദൈവശബ്ദം നിറവേറും. ഞാൻ ഇരിക്കുന്നത് മരണത്തിന് വേണ്ടിയല്ല. എൻ്റെ പ്രത്യാശ മഹത്വമാണ്. ഇത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുൻപിലേക്ക് വരാൻ കഴിയുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് പോകാൻ അർജന്റുള്ളവരെല്ലാം പൊയ്ക്കും. എന്നാൽ ഈ ശുശ്രൂഷ അഭിഷക്തനെ നിങ്ങളുടെ ഒരു കൈവപ്പ്, അല്ലെങ്കിൽ ആ വചനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് ഞാൻ മുമ്പിലേക്ക് വയ്ക്കുമ്പോൾ അത് ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുക, അതെൻ്റെ മേലൊരു വിടുതലായി മാറും. രോഗികളായി ഇവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ രോഗത്തോടെ ഈ ഗ്രൗണ്ട് വിട്ടു പോകരുതെന്ന്. ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഞാൻ നിങ്ങളെ തൊട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ ചെയറുകളെ വിട്ട് നിങ്ങൾ മുമ്പിലേക്ക് വരിക. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന യൗവനക്കാർ ഈ മീറ്റിങ്ങിനകത്തുണ്ടെങ്കിൽ ലജ്ജിതരായി നിൽക്കരുത്. ധൈര്യത്തോടെ നിങ്ങൾ മുമ്പിൽ വരിക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത് ആര് ഫസ്റ്റ് പോകുമെന്ന്. ആരാണോ ഫസ്റ്റ് വരുന്നത് അവർക്കിന്ന് സ്പെഷ്യൽ കൺസിഡറേഷനാണ്. ആ വെള്ള ഷർട്ടിട്ട, കറുത്ത ടീഷർട്ടിട്ട മോനെ, നീ ഓടിവാ. നിന്റെ ഈ മുന്നിലേക്കുള്ള വരവ് നിന്റെ ജീവിതത്തിൻ്റെ മുന്നിലേക്കുള്ള വരവാണ്. ഞാനിന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാൽ നീ എൻ്റെ അടുക്കലേക്ക് നോക്കി. അഭിഷക്തന്മാർ ഒരുമിച്ച് ആരാധനാ ശുശ്രൂഷ നീക്കി. ധൃതിയുള്ളവർ വീട്ടിൽ പോകണം. ഇവിടെ കറങ്ങി നിൽക്കരുത്. ശുശ്രൂഷ കഴിഞ്ഞു. പെട്ടെന്ന് 10 മണിക്ക് വീട്ടിലെത്തിയില്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാവുമല്ലോ എന്ന വാർത്ത കേട്ടവരെല്ലാം ഓടിക്കോ വീട്ടിലോട്ട്. പക്ഷേ ഞങ്ങൾക്കിതൊരു ശുശ്രൂഷയാണ്. ഞങ്ങൾ ഈ പട്ടണത്തിൽ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ആ ജനലും അടച്ച് വീടിനകത്തിരുന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്ന ആ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. രോഗമുണ്ട്, ആ ബെഡ്റൂമിനകത്തിരുന്ന് യേശുവേ എന്ന് വിളിക്കുന്ന ആ ഹൈന്ദവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ആരാധിക്കണം. ഈ കൺവെൻഷൻ പെന്തക്കോസുകാർക്ക് 3 മെസ്സേജ് കൊടുത്ത് വിടുന്ന കൺവെൻഷൻ അല്ല. ഇത് ഈ ദേശത്തെ തൊടുന്ന കൺവെൻഷനാണ്. ഇവിടെ കൂട്ടമായ സ്നാനങ്ങളുണ്ടാകും. ഇവിടെ വീണ്ടും ജനനത്തിന്റെ പ്രകടനങ്ങളുണ്ടാകും. നിങ്ങളുടെ ചർച്ചുകളിൽ ഇനിയും സ്നാനങ്ങൾ നടക്കും. ക്രൈസ്തവർ ഇനിയും ഈ മഹനീയ ശുശ്രൂഷകൾ അനുഭവിക്കും. ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഒരുമിച്ച് ആരാധിച്ചു തുടങ്ങിക്കും. യേശു യേശു യേശുവായിരം വലിയവൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. യേശു, താങ്ക് യു ലോർഡ്. യേശു. ഇവർ സുവിശേഷത്തെ വിശ്വസിച്ചു. സുവിശേഷത്തിനൊരു ഗ്ലോറി, സുവിശേഷത്തിന്റെ മഹത്വം, സുവിശേഷത്തിന്റെ മഹത്വത്തിന്റെ പേരാണ് ക്രിസ്തു. ആ ക്രിസ്തുവാണ് അദ്ദേഹം രാജാതിരാജാവ്. എന്റെ യേശു രാജാവാണ്. ആ മഹത്വത്തിന്റെ രാജാവ് ഇന്ന് കൊടുമണ്ണിൽ ഇറങ്ങുകയാണ്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തും. പച്ചയുള്ള തലകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കും. എല്ലാ കണ്ണുകളും അടച്ച് യേശു. ആ ശബ്ദം ഒരുമിച്ച്
ദൈവത്തെ സ്നേഹിക്കുമ്പോ ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ചാൽ നാമൊരുക്കിടും അവനകിലം. കൃപയരുളിടുമേ ബലമണിടുമേ, കൃപയരുളിടുമേ ബലമണിക്കുമേ, മരമധുരമായി മാറ്റിടുമേ. കൃപയരുളിടുമേ ബലമണിക്കുമേ, മരമധുരമായി മാറ്റിടുമേ. ചേർന്ന് പാടാം. യേശു 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 യേശുവാനിലും വലിയവൻ. യേശു യേശു യേശുവാനിലും മതിയായവൻ. യേശു യേശു യേശുവാനിലും വലിയവൻ. യേശു യേശു യേശുവാനിലും മതിയായവൻ. എന്റെ യേശുവാനിലും മതിയായവൻ. യേശുവാനിലും മതിയായവൻ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം.